മലയാളാംബികേ കുമ്പിടുന്നെൻ കുഞ്ചൻ നമ്പ്യർക്കു നർമ്മോജ്വല കവനകരീ കൈരളീ കൈതൊഴുന്നെൻ നിൻ ചന്തം ചിന്തിടും വാങ്മയതനുവനിശം നെഞ്ചിലൻ പിഞ്ചുഹൃത്തം മഞ്ചം തഞ്ചത്തിലേറി സരസകളകളം കൊഞ്ചിടാൻ കെഞ്ചിടുന്നേൻ. കുത്തുള്ളിയുടെയാണ്. അടുത്തത് ആരാധ്യ. ആരാധ്യ നീയല്ലോ പണ്ടിലും പരമത്തിലും നീണ്ട കൈവാടുമാർച്ചമച്ചോരതിവിപുല ചമൂവ്യൂഹമധ്യത്തിലൂടെ തൊട്ടു നിജ സമരത്തിനെ നടുവിൽ മഹാദുർഗ പോലുഗ്രരൂപേ. ഒരു ശ്രദ്ധയുടെ ഇത് ആരുടെ ശ്ലോകമാണ്? അടുത്തത് ഞാനാണോ? അടുത്തത് ഹരി. ഇത് രവീസി ബാലകൃഷ്ണ പണിക്കരുടെ വിശ്വരൂപത്തിലെ ഒരു വിലാപത്തിലെ ആദ്യത്തെ ശ്ലോകം. തിങ്ങിപ്പൊങ്ങും തമസിൽ കേൾക്കുന്നില്ലേ? തിങ്ങിപ്പൊങ്ങും തമസിൽ കടലിലൊരു കുടം പോലെ ഭൂചക്രവാളം മുങ്ങിപ്പോയി മുഴുക്കെ കുളിരില കുമിളം കാറ്റുതാനേ നിലച്ചു. മങ്ങിക്കാണുന്ന ലോകപ്രകൃതിയുടെ നടക്ക് പകർപ്പെന്ന മട്ടന്ന് മൗനം തങ്ങിക്കൊണ്ടർദ്ധരാത്രിക്കൊരു പുരുഷനിരുന്നിടിനാനാടലോടെ. ക്ലിയർ ആവുന്നില്ല മോളെ. കേൾക്കുന്നില്ലല്ലോ. എസ്എന്റെ അതൊന്ന് മ്യൂട്ട് ചെയ്യാമോ? എസ്എന്റെ കുറെ സൗണ്ട് വരുന്നുണ്ട്. സൗണ്ട് കൂടുതൽ വരുന്നുണ്ട് അതിനകത്ത്. അത് ഹരിദാസ് ചെയ്തു. ഇനി മോള് ചൊല്ലിക്കേ. ഹലോ, കേക്കാവോ? ചൊല്ലിക്കോളൂ. മുന്നേ ക്ലിയർ ആവണില്ല. ഫോണിലാണെങ്കിൽ എടുത്ത് പിടിച്ചിട്ട് വീഡിയോ ഓഫ് ചെയ്തോളൂ. വീഡിയോ ഓഫ് ചെയ്തിട്ട് കേൾക്കാം. ചെല്ലിക്കേ. ഇല്ല, ക്ലിയർ ആവുന്നില്ല. ക്രിസ്റ്റിയുടെ അതിനകത്ത് ചോദിച്ചു നോക്കിയേ കാത്തി. ക്രിസ്റ്റിയുടെ കയറിക്കണ ഫോണിൽ നിന്ന്. കേക്കാവോ? കേൾക്കാം. മുന്നേ തൊട്ടു കുമിഞ്ഞുയർന്നനുദിനം പൊങ്ങും ദുരന്തങ്ങളാം കുന്നേറി തളരുന്നവർക്കനുപമം തൈത്തെണ്ടലായെപ്പോഴും വന്നേകുന്നൊരു സാന്ത്വന നിന്നുന്ന പൊന്നോണമേ. നിന്നെ മികവുറ്റ വൈദ്യനുലകിൽ കാണാക്കിണഞ്ഞിടിലും. ഞങ്ങള് ഒരു ഞെട്ടിക്കല് വെച്ചതാണ് ഇതിനകത്ത്.
ഹരിദാസ് ജി, ആ ആ നിങ്ങളുടെ ശ്ലോകം അത്. അയ്യോ ശ്ലോകം തിരിച്ചറിഞ്ഞില്ല. എന്നെ ഞങ്ങള് സമ്മതിക്കണം, ഞങ്ങള് കഷ്ടപ്പെട്ട് പഠിച്ചാൽ ക്ഷമിക്കണം. പോട്ടെ. ഹരിദാസ് ദിവസം 3 ശ്ലോകം വീതം ശാർദൂല വിഗ്രഹത്തിലെ കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട് എഴുതുന്നുണ്ട്. ഇതൊക്കെ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണത്. എന്നെ കൊല്ല്. ശരി. ഏതായിരുന്നു മോളെ തുടങ്ങിയത്? ഏതായിരുന്നു ഒരു അക്ഷരം എന്തായിരുന്നു മോളെ? ഒന്നുകൂടി ചൊല്ലിക്കൊടു കാറ്റി. ഒന്നുകൂടെ ചൊല്ലിക്കൊടു. ഹലോ, ചൊല്ലു. ചൊല്ലിക്കോളൂ, ഒന്നുകൂടി ചൊല്ലു. മുന്നേ തൊട്ടു കുമിഞ്ഞുയർന്നനുദിനം പൊങ്ങും ദുരന്തങ്ങളാം കുന്നേറി തളരുന്നവർക്കനുപമം തെന്നലായപ്പോഴും വന്നേകുന്നൊരു സാന്ത്വന പെരുമളാൽ മിന്നുന്ന പൊന്നോണമേ, നിന്നേക്കാൾ മികവുറ്റ വൈദ്യനുലകിൽ കാണാൻ കിണഞ്ഞിടിലും. ഓർമ്മ എപ്പോഴാണ് ശരിക്കും അതൊന്നും ആസ്വദിക്കാൻ പറ്റിയത്? ഞാൻ ഇതാണെങ്കിലും വളരെ സന്തോഷം. ഞാനല്ലേ അതെ. വക്കത്തുൽക്കണ്ഠയാലുൽക്കടരുജതടവും വല്ലവ സ്നേഹിതന്മാരാക്രന്തിക്ക് കടക്കണ്ണനവൊട്ടു പശുവൃന്ദങ്ങളങ്ങമ്പരക്കെ അർക്കാപത്യന്തരാളാതുപരിയുയരുമക്കാളിയപ്പത്തിയിന്മേൽ അക്കാർവർണ്ണൻ നടത്തിയിടിന നടനകലാവിപ്ലവം വെൽവുതാക. ശാർദുല വിക്രീഡിതവും വിട്ടിട്ട് ഞാൻ വേറൊരു വൃത്തം ചൊല്ലുന്നു. ആയിക്കോട്ടെ. പഞ്ചജാമരം. അത് സമ്മതിക്കില്ല ഉമേഷ്, അത് സമ്മതിക്കില്ല. അത് എന്റെ കൊച്ചി ചൊല്ലാൻ പറ്റണ. എന്നാ ശിഖരിണി ആയിക്കോട്ടെ. ആയിക്കോട്ടെ. സ്വാമി നടനം തുടങ്ങുമ്പോൾ നോക്കി സരസമത കൊണ്ടാടും അവനെ തുടങ്ങാതെപ്പോഴും നവരസമലിക്കുന്ന മിഴിയാൽ കൊടുങ്ങല്ലൂരമ്മേ കുശലമടിയങ്ങൾ കുതരണേ. കുഞ്ഞുകുട്ട തമ്പുരാന്റെയാണ്. അപ്പൊ KSN-ന് മാക്കിച്ചൊല്ല. മൈക്ക് മ്യൂട്ട് വരണം. വേറെ ആരെങ്കിലും ചെയ്തു കൊടുക്കുകയാണെങ്കിൽ എളുപ്പമുണ്ടായിരിക്കും. അല്ല, ഹരിദാസ് ഉമേഷിന് ചെയ്യാൻ പറ്റില്ല. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? അദ്ദേഹത്തിനെ കാണുന്നില്ലോ. KL092A3 നമ്പൂതിരി ഉണ്ട്. ഓക്കെ. അൺമ്യൂട്ട് ചെയ്യണം. ഹരിദാസാണോ അതോ? ഞാൻ നോക്കാൻ പറ്റുമോ എങ്ങനെയാ? അല്ല, മറ്റേ ഹരിദാസ് സംഗമൻ അതാണ് ചെയ്യുന്നത്. ഓക്കെ. ആസ്ക് ടു അൺമ്യൂട്ട് കാണുന്നുണ്ട്. ആസ്ക് ടു അൺമ്യൂട്ട് ഉള്ളോ? ഇത് എനിക്ക് അത്രേ കാണുന്നുള്ളൂ. എനിക്കും അത്രേ കാണുന്നുള്ളൂ. അങ്ങനെ ആസ്ക് ടു അൺമ്യൂട്ട് കാണുന്നു. നോക്കട്ടെ. എനിക്ക് അദ്ദേഹത്തിനെ കാണാൻ തന്നെ പറ്റുന്നില്ല. അദ്ദേഹത്തിന്റെ പേര് KL092A3 എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ട് അതിനകത്ത്. എസ്സില്. അതെ, ആളെ കാണുന്നുണ്ട്. എന്നാ രാജേഷ് ചൊല്ലിക്കോളൂ. ഇപ്പൊ നടക്കില്ല. ഏതായിരുന്നു അക്ഷരം? മുടങ്ങാതെപ്പോഴും. മുടങ്ങാതെപ്പോഴും. ഒരു സെക്കൻഡ്.
മൂഢനും പണ്ഡിതനും പെരിയ ധനികനും പിച്ച തെണ്ടുന്നവനും പ്രൗഢനും പ്രാകൃതനും പ്രഭുവിനിടയനും കണ്ട നയിക്കും നരിക്കും പാഠം വ്യാപിക്കുമാറായി പകലുമിരവിലും ലോകമോർക്കാതെ മായാഗൂഢ കയ്യാൽ മയക്കും മഹിതമരണമേ നിന്റെ ഘോഷം വിശേഷം. കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ ശ്ലോകം. ഒടുവിലല്ലേ ഇത്? കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് ആണോ? ഓ ഓക്കെ. ഹലോ, യാത് പാലക്ഷരം ഞാൻ ചെല്ലണ്ടേ? ഞാൻ ചെല്ലണ്ടേ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഏ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാമോ? കേൾക്കാമോ? ആ ചൊല്ലിക്കോളൂ. ഏതാ? പായല്ലേ? ബായ്ക്ക് ചൊല്ലിക്കോളൂ. ബാഡം അല്ലേ? ബായാണോ രാജേഷ്? ബാലന്റെ ബായ പായാണ്. ബലൂണിന്റെ പാഠം. ശരി, മനസ്സിലായി. ഓക്കെ. ബാധിക്കും ദുഷ്ടകാപാലികനുടൻ ദുരഹങ്കാരഹുങ്കാമഭീഷ്ടം സാധിച്ചാൽ ശിഷ്ടവര്യൻ ഗുരുവിനുടെ ശിരച്ഛേദനം തീർച്ചയെന്നായി ബോധിക്ക് പത്മപാദൻ പ്രകടിത നരസിംഹോഗ്രരൂപൻ ഉദിച്ചാവ്യാധൻ തൻ രൂക്ഷവക്ഷസ് അതിഖരനഖരവ്രാതമാഴ്ത്തി പിളർന്നാൻ. ശ്രീയകേശവനമ്പൂരി യാദവിന് ബാലനെ ബാല നീ മമ ശിഷ്യ എന്നിവയിരിക്കട്ടെ മനഃശുദ്ധി കൊണ്ടാലോചിക്കിലെനിക്കു ഭക്തി വളരെ തോന്നുന്നു നിങ്ങൾ സ്വയം. ബാല നീയൊരു നാരിയെങ്കിലും അഹോലോകൈകവന്ദ്യ ഗുണം മൂലം താൻ ഗുണികൾക്കു പൂജ്യ കവയോലിംഗങ്ങൾ കൊണ്ടല്ലടോ. തന്നെയാണല്ലോ. അതെ. ബാലേ വേളി കഴിഞ്ഞുണക്കലരിയും നെല്ലും വിരിച്ചായതിന്മേലെ ദീക്ഷ വിരിച്ച 4 ദിവസം 4 ആണ്ടുപോലായിമേ. ചാലേ നിൻ വരവും കൊതിച്ചിവിടെ ഞാൻ ഉത്കണ്ഠയാവാണിടും കാലേ ഹന്ത നിമേഷവും യുഗസമം തോന്നുന്നു നീളുന്നതായി. പ്രേംജി. ചാലേ ആരാധ്യ. ചായം പൊയ്പോയൊരൻ മൺകുരുവികളുടലോടാചരിക്കുന്നത് ആത്മത്യാഗം മജ്ജീർണഹസ്താം ചുടലയിലൊരു നുള്ളില്ല ഭസ്മം തികച്ചും സായം സന്ധ്യാചിത നർത്തക യുഗടമരുക്ഷുബ്ധ നീ എന്നകത്തുപോമ്പണിയുകിതു മഹാകാളതാളസ്വരൂപിൻ. ഇത് ആരുടെ ശ്ലോകമെന്നറിയോ? ചെറുതുരുത്തി ഓക്കെ. അടുത്ത് ഞാനാണ്. നേരത്തെ ചൊല്ലിയത് ഒരു വിലാപത്തിലെ ആദ്യത്തെ ശ്ലോകമാണ്. ഇത് ഒരു വിലാപത്തിലെ അവസാനത്തെ ശ്ലോകമാണ്. സാനന്ദം സുപ്രഭാതോദയ മഹിമ പുകഴ്ത്തുന്ന പക്ഷിവ്രജത്തിൻ ഗാനത്താലോ ഗവാക്ഷം വഴി ദിനമണിതൻ കൈകളാൽ പുൽകയാലോ തേനഞ്ചും വാണിയാളെ ചുടലയൊടു സമീപിച്ച നിൻ ദീർഘനിദ്രയ്ക്കൂനം പറ്റില്ല
നിൻ കണ്ണുകൾ നിയതി നിയോഗത്തിനാൽ മുദ്രിതങ്ങൾ. കാതറിൻ തെക്കൻ കൈലാസ ശൈലാലയമുദയ ജഗന്നാഥ ബാലേന്ദു മൗലേ തെക്കിന്നാഥ മുരാരേ നടുവിൽ വടിവെഴും ബാണതാർ ബാണബന്ധോ ചൊൽക്കൊണ്ടീടിന്റെ ഭക്ത്യാ പഴലിന കണി നിന്നെ മുന്നിൽ കുറിക്കൊണ്ടുൽക്കം പാലിച്ചു കൊള്ളിൻ്റതു വിപതി ഭവാനോ ഭവാനോ ഭവാനോ. ഇത് ബാലേന്ദുവിന്റെ അല്ലേ? അതല്ല, ഇത് പഴയ ശ്ലോക. ചൊൽക്കൊണ്ടീടിന്റെ ഇത് പ്രാചീന ശ്ലോകത്തിൽപ്പെട്ടാണ്. അത് ആരുടെയാണെന്ന് അജ്ഞാതനാമായിട്ടാണ് ഇടുന്നത്. ചേലഞ്ചുന്നൊരു മുക്തകം സവിനയം ചേലപ്പറമ്പാരുയിർത്താലത്തിൽ കണിവച്ചതാമിടം ഇളം മൊട്ടത്ത തന്നുണ്ണികൾ കാലപ്പാഴ്ത്തിമിരത്തിലാണ്ടരുജയാൽ തേങ്ങുന്ന പൂന്താനമോ ബാലശ്രീധരന സ്വപുത്ര സമമാശ്ലേഷിച്ചുവാണേടവും. യൂസഫ് അലി കച്ചേരി. പഞ്ചജാമരം. കൃതാന്തബന്ധബന്ധനൈകൃന്ദനം മുരാന്തകം നിതാന്തഭാസുരം വരം വരണ്യമീശ്വരം ഹരിം കൃപാകദംബ മാധുരീരസ പ്രവാഹ നിർഗളൻ മുഖാരവിന്ദം അച്യുതം നമാമി ലോകനായകം. ഇതെന്റെ നാട്ടിലെ ഒരു കവി എഴുതിയതാണ്. ഞങ്ങളുടെ ഒരു നാരായണൻ വൈദ്യൻ എന്ന് പറയുന്ന ഒരാൾ, ഇലന്തൂർക്കാരൻ. അദ്ദേഹം പണ്ട് എഴുതിയ ഒരു അഷ്ടകത്തിലെയാണ്. അടുത്ത കേസൻ. അല്ല, അത് രാജേഷായിരുന്നു. രാജേഷ് എഴുതിയ കേസൻ. ഓക്കെ. ഞാൻ ചൊല്ലി കഴിഞ്ഞിട്ടാണോ? നമ്മള് ക്രമം മാറിയായിരുന്നല്ലോ. കഴിഞ്ഞ പ്രാവശ്യം രാജേഷ് കഴിഞ്ഞതാണ്. ഓക്കെ. കായല്ലേ? അതെ അതെ. കോൽത്തേനോലേണമോരോ പദം അതിനെ നറുമ്പാലിൽ നീരെന്ന പോലെ ചേർത്തിടേണം. വിശേഷിച്ചതിനൊരലങ്കാരമുണ്ടായി വരേണം. പേർത്തും ചിന്തിക്കിലർത്ഥം നിരുപമരുചി തോന്നേണമെന്നിത്ര വന്നേ തീർത്തിടാവൂ ശിലോകം. ശിവ ശിവ കവിതാരീതി വൈഷമ്യമത്രേ. കുഞ്ചൻ നമ്പ്യാർ അല്ലേ? അതെ. ചൊല്ലിക്കോളൂ. പേർത്തും ഭാവം സ്ഫുരിച്ചിടണം അതിനുതകം ശബ്ദ സംസ്കാരമത്രയ്ക്കൊത്തിയിടണം. പഠിച്ചുള്ളതു പതിരുവരാതുള്ളിലോർമ്മിച്ചിടണം. കീർത്തിക്കേണ്ടും മഹത്വം കഴിവിനു വരണം. ആദലായിട്ടിതെല്ലാം ഓർത്തിയിടുമ്പോൾ ശിലോകം ശിവ ശിവ ശരിയായി ചൊല്ലുക വൈഷമ്യമത്രേ. തീർക്കലും ചൊല്ലലൊക്കെ കേൾക്കൈക്ക് പറ്റിയതായി. ദേവി ശങ്കുണ്ണി വാര്യർ. അക്ഷരം കൊഞ്ചും മഞ്ചീരം ഓമൽ തരിവളയിളകും കിങ്ങിണിച്ചാർത്ത് ഗന്ധം തഞ്ചും വ്യാലോല ശോഭാലളിതമിളദളി ശ്രീലസദ്വന്യമാല്യം ചെഞ്ചുണ്ടിൽ പുഞ്ചിരിപ്പാലമൃത്
മഷിയണി തൃക്കടക്കണ്ണിലോജസ്സഞ്ചും കാരുണ്യപൂരം സതു ജയതു ഘനശ്യാമളൻ കോമളാംഗൻ. ശായല്ലേ. ചാരം തെച്ചു പിരിച്ച ചെഞ്ചിടകളിൽ ചേരുന്ന രുദ്രാക്ഷവും പാരം കോപരസം കലർന്ന മിഴിയും മാന്തോൽമരഞ്ചാടിയും ക്രൂരം ചേർന്ന കുഠാരമല്ല കൊടിലും കൈക്കൊണ്ടു മങ്ങാതെയ പൂരത്തിങ്കൽ നടന്നിടുന്നൊരുവരെ കൂസാതെ ഗോസായിമാർ. വെൺമണി. ആരാധ്യേ. കൈക്കുഞ്ഞാം നാളു തൊട്ടേ മണിനിനദവുമായി അച്ഛനർച്ചിച്ചിടുമ്പോളൊക്കാറുണ്ടൊന്നിരിക്കാനരികിലനുപമം നാദമേറെ ശ്രവിക്കാൻ കേൾക്കാമിന്നും ചിലപ്പോൾ പുലരിയിലുണരാൻ വൈകിയെന്നാലുണർത്താൻ ഉൾക്കാമ്പിനുള്ളിലെങ്ങോ തനിയുയരുമാ സുന്ദര സ്പന്ദനങ്ങൾ. നമസ്കാരം. ഇത് ഇത്തവണ ഓർത്തു ഉമേഷ്. ഇത്തവണ ഓർത്തു. ഇത്തവണ ഞാൻ മിണ്ടാണ്ടിരുന്നതാ. ആ അതെ, വളരെ സന്തോഷം, വളരെ സന്തോഷം. ഞാനത് കേട്ടിട്ട് പ്രേംജിയാണെന്ന് വിചാരിച്ചു. വളരെ സന്തോഷം. ഇത്തവണ വിട്ടില്ല. ഇനി വരും നോക്കിയിരുന്നു. ഹരി ഹരി അല്ലേ? ഞാൻ പ്രേംജി തന്നെ. കണ്ടിട്ടുള്ള ദിനം മറന്നു കുശലോദന്തങ്ങൾ തമ്മിൽ ചെവിക്കൊണ്ടിട്ടിപ്പൊളിരുണ്ടു നീണ്ടൊരിരുപന്തി രണ്ടു തീരാറുമായി ഉണ്ടിന്നും പ്രിയതോഴി മത്സ്മരണയിൽ പൊന്നിൻകിനാവായിരം ചെണ്ടിട്ടീടിന രണ്ടിളം കരളു ചേർന്നൊന്നായൊരന്നാളുകൾ. പ്രേംജി കേട്ടില്ലെന്നുണ്ട്. അതെ, ഹരിദാസ് ഒരു കാര്യം എന്താണെന്നറിയോ, ഞാനിത് ചിന്മയിക്കായിരുന്നു കൊടുത്തിരുന്നത്. അവൾക്ക് സുഖമില്ലാന്ന് ഇന്നലെ വൈകുന്നേരം അറിയണം, ഇന്നലെ രാവിലെ അറിയണേ. അപ്പോഴാണ് ആരാധ്യ ഏൽപ്പിച്ചത്. അവൾ ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചത്. തൃക്കാലിണയ്ക്കും പനിമതികിരണം പോന്നൊളിക്കും വെള്ളയ്ക്കൊക്കുന്നമയ്ക്കും കനകമണിയരഞ്ഞാൽ തുടയ്ക്കും എണ്ണം തീരാവണക്കം തിരുമരിയ സുത പൊന്നൊളിക്കും കണ്ണിൽ കോണിൽ കളിക്കും ഭുവന ദുരിതമെല്ലാം ഒഴിക്കും. കോതനല്ലൂർ ജോസഫിന്റെ ശ്ലോകമാണ്. പണ്ട് ഭാഷാഭൂഷണി വന്ന സമസ്യയുടെ പൂർണ്ണമാണ്. ഉമേഷ് ഒരു ഞാൻ ഈ കോതനല്ലൂർ ജോസഫിനെ കുറിച്ച് ഞാൻ കുറെ അന്വേഷിച്ചു. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് കാര്യമായി അവിടെ പോലും അറിയില്ല. ആ ഏരിയയിൽ പോലും അവർക്ക് ആർക്കും അറിയില്ല. ഇത് കോതനല്ലൂർ ഞങ്ങളുടെ അടുത്താണ്. ഇത് ജോസഫ് ഭാഷാഭൂഷണി പണ്ട് സമസ്യ ഉണ്ടായിരുന്നല്ലോ. ആരെങ്കിലും സമസ്യ അയക്കും, അങ്ങനെ ഒരു പേരെ കണ്ടിട്ടുള്ളൂ, അല്ലാതെ ഒരു കവിയായിട്ട് അദ്ദേഹത്തിനെ അറിയില്ല. അല്ല, ജോസഫ് ചെറുവത്തൂർ എന്നാണല്ലോ ഞാൻ കേട്ടത്. ജോസഫ് ചെറുവത്തൂർ പറഞ്ഞിരുന്നത്. അല്ല, കോതനല്ലൂർ ജോസഫാ. ആ ഭാഷാഭൂഷണി എന്റെ കുറെ കാലം ഉണ്ടായിരുന്നു. അതിന്റെ അകത്ത് ഞാൻ പഠിച്ചത്. ഓക്കെ. എന്റെ കയ്യിലും ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ വടക്കൻകൂർ അദ്ദേഹത്തിന്റെ ഒരു കവിതാ സമാഹാരത്തിന് ആമുഖം എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ച് പറഞ്ഞിട്ടില്ല. ഞാനല്ല എന്റെ അടുത്ത് എണ്ണീടും നേരമേതേ ഋതുവിലും ഒരു ഭൂമെച്ചമായുണ്ട്
തണ്ടാർ തണ്ണീർ തെള്ളും ശരത്തിൽ പനിമലർ ശിശിരത്തിങ്കൽ വേനൽക്കുമുല്ല കണ്ണീരും കയ്യുമായി കഴിയുമൊരു മഴക്കാലമേ നിന്റെ പിച്ചപ്പെണ്ണി പിച്ചിക്കു നേരായി സുരഭിലമുഖിയാം സുന്ദരിക്കോതയുണ്ടോ? വൈരപ്പള്ളി അല്ലേ? വൈരപ്പള്ളി അല്ലേ? വൈരപ്പള്ളി. ഇത്ര ശ്ലോകമായിട്ടും വി കെ ജിയുടെ ഒരു ശ്ലോകം പോലും ചൊല്ലിയില്ല എന്നുള്ളത് അതുകൊണ്ട് ഞാൻ വി കെ ജി ചൊല്ലിക്കളയാം. ഏത് ചൊല്ലി? ശരിയാ. കാറോടിക്കും വപുസ്സും രമനിജകുചകുംഭത്തിലെ കുങ്കുമത്താലാറാടിപ്പോരുരസും തിറമൊടു മയിലിൻ പീലി ചൂടും ശിരസ്സും കൂറാളും സന്മനസ്സും നളിനപദരജസ്സും സ്വഭക്തന്നു വേണ്ടി തേരോടിക്കും യശസ്സും കരുതുക മനമേ സാർത്ഥമാം നിഞ്ചനുസ്സും. രാജേഷ്. അല്ല രാജേഷ്, അടുത്ത റൗണ്ട് തുണയിൽ മുമ്പ് നമുക്ക് സദസ്സിനോട് ചോദിക്കണം, ആരെങ്കിലും ഓഡിയൻസിൽ ആരെങ്കിലും. സദസ്സിൽ ആരും ഇതുവരെ കൈ ഉയർത്തിയില്ല. ഇതായിരുന്നു പറഞ്ഞത്. കായാണ് അക്ഷരം. ആരെങ്കിലും സദസ്സിൽ നിന്ന് ചൊല്ലാൻ താല്പര്യമുണ്ടോ? സോറി, ഞാൻ പറഞ്ഞത് തെറ്റിയതാണ്. അല്ല അല്ല അല്ല, ശ്രീനിധി കായ്ക്കിട്ടില്ലെന്നോ ശ്ലോകം? ശ്രീനിധി ആയിരിക്കില്ല ചിലപ്പോ, അത് കാരണം ചെല്ലാമോ? ചൊല്ലിക്കോളൂ. ക്ലിയർ ആയില്ല. ഒന്നുകൂടി. ക്ലിയർ അല്ല, ആദ്യം മുതലേ ചൊല്ലുമ്പോളെ. ബാക്കിയുള്ളവരെല്ലാം ഒന്ന് മ്യൂട്ട് ചെയ്താല് എളുപ്പമുണ്ടായിരിക്കും. കണ്ണേ കരിഞ്ഞു മലിഞ്ഞു മാശു മണ്ണാകുമീ മലരു വിസ്മൃതമാകുമിപ്പോൾ എന്നീടു കാർപ്പുമിതു തങ്കതി സാധ്യമെന്നു കണ്ണീരിനാലകനി വാഴുകിനാവു കഷ്ടം. മൂന്നാം ക്ലാസ് ആയുള്ളൂ, 3-ാം ക്ലാസ്. രാജേഷ് എന്നേ വിസ്മയം ഏതുമില്ല കവിതാ സാമർഥ്യം എന്നാൽ ഭവാനിന്നേറെ കഷണിച്ചിവണ്ണമുളവാക്കിയിട്ടെന്തു സത്യം സഖേ. മുന്നം ഗർഭിണിയായ നാൾ മുദിതയായി മാതാവു നേർന്നിട്ടുമുണ്ടെന്നോ താൻ കവിയായി ജനങ്ങളെ ഞെരുക്കിയിടേണമെന്നിങ്ങനെ. വെൺമണി അല്ലേ? കവിപുഷ്പമാലയിലെ കാത്തുള്ളിൽ അച്യുതമേനോനെയാ. കേസൻ അക്ഷരം. ആരാണ്? അതെ അതെ. ഞാനാണോ? കക്ഷത്തു ചുറ്റി ദൃഢമിരുകരവും മാറിലാം മൂലം തല ചെറുതു കുനിച്ച് ആ കവീന്ദ്രൻ ചിലപ്പോൾ കണ്ടാൽ കാണാത്ത ഭാവത്തോടും എതിയടിമേൽ വീട്ടുമുറ്റത്തുലാത്തുന്നുണ്ടാം. അപ്പോൾ ഉറയ്ക്കാം പ്രതിഭ കവിത തൻ വേറ്റുവെന്നായി. കായണോ തായണോ? പ്രേംജി കേളിക്കൊട്ടകലെ ശ്രവിച്ച
കളി കാണാനായി പഴം കമ്പിളിപ്പാളിക്കെട്ടുമെടുത്തുകാർ നിര കുറിച്ചെത്തി വിയവേളയിൽ പാളിക്കത്തിയ മിന്നലിൻ കളി വിളക്കത്ത നടത്തിപ്പൊഴിവാക്കിടുന്ന നാം മോഹിച്ച മേളപ്പദം. ഉണ്ണികൃഷ്ണൻ ചെറുതുരുത്തിയുടെ ശ്ലോകം. ഉണ്ണികൃഷ്ണൻ ചെറുതുരുത്തിയുടെ കൃഷ്ണൻകുട്ടി പൊതുവാൾ മരിച്ചപ്പോ എഴുതിയതാണ്. കൃഷ്ണൻകുട്ടി പൊതുവാൾ മരിച്ചപ്പോ എഴുതിയ പൊന്നിൻ കമ്മലണിഞ്ഞ നെൽച്ചെടികളിൽ സ്പർശിക്കവേ കാറ്റിനോടൊന്നിച്ചൊന്നു കുണുങ്ങിയാടി നീ വരും ചന്തം നുകർന്നങ്ങിനെ മിന്നും പാടവരമ്പിലൂടെ ഉലയും മഞ്ഞപ്പുതപ്പും പുതച്ചെന്നും കൂടെ നടന്ന നീയും എവിടെ പോയെന്നുഷക്കന്യകേ. അത് എനിക്കൊരു സംശയമുണ്ട് അല്ലേ? സംശയമില്ല. ആ 80 വയസ്സായ വേലപ്പിള്ള മുതല് മറ്റേ 6, 5, 12 വയസ്സായ ആരാധ്യ വരെ ചൊല്ലുന്നുണ്ട്. വളരെ സന്തോഷം. എന്റെ 2 വയസ്സ് കൂട്ടിക്കളഞ്ഞു സുധീർ. ആരാധ്യ ആരാധ്യടുത്തത് റൗണ്ട് ചെയ്താ കുഴപ്പമില്ല. മോളെ മാ മൂളിട്ടും രംഗപാളി മാലിക കൈത്തലേ ചേർത്ത നിജതനു മഹസാരംഗമുദ്യോതയന്തി വേഗേന രാമാനനമിടയിടയിൽ നോക്കി പ്രമോദവ്യാലോല മെല്ലെ മെല്ലെന്നരികിൽ കോമളാഭ്യാം പദാഭ്യാം. വാലേ മൃഗാവേ വാളല്ലൻ സമരായുധം ക്ഷണക്ഷണധ്വാനം മുഴക്കിടുവാനാളല്ലൻ കരവാളു വിറ്റൊരു മണിപ്പൊൻവീണ വങ്ങിച്ചു ഞാൻ താളം രാഗലയ ശ്രുതിസ്വരമിവയ്ക്കല്ലാതെ ഒന്നിന്നുമിന്നോളക്കുത്തുകൾ തീർക്കുവാൻ കഴിയുകില്ലൻ പ്രേമതീർത്ഥങ്ങളിൽ. വയലാർ. തുമ്പിക്കൈയാൽ തുരത്തിയിടുക നിരയഭയം ഭക്തിപൂർവം കുബേരൻ കുമ്പിട്ടൂണിന്നു പൈമ്പാലട പഴമവിലും വച്ചു സേവിച്ചു നിൽക്കേ മുമ്പിൽ ഗന്ധർവയക്ഷ പ്രഭൃതികൾ മൊഴിയുന്ന അക്ഷര ശ്ലോകം കേട്ടമ്പോടുന്നാതെ കർണാലസചലനമൊടും മേവുമുണ്ണി ഗണേശൻ. മുണ്ടും ചുറ്റിച്ചുരുക്കത്തൊട്ടു കൃതവിനയം പൊക്കിഴാണിച്ചു രണ്ടാം മുണ്ടും കക്ഷത്തു വച്ചങ്ങനെ ചെറിയ പൊട്ടിഡപ്പിതാക്കോലുമായി മിണ്ടുമ്പോൾ കൊഞ്ഞിയാലും ചില ഫലിതമൊട്ടും ലാക്കൊട്ടും ചേർന്നിടുന്നീ മുണ്ടച്ചാരിതെത്തുന്നിതു സരസമുതുങ്ങിപ്പതുങ്ങിപ്പതുക്കെ. കൺമണി. മലയമാലയമായ തപോധനൻ തലകുനിച്ചധരത്തിനു താഴെയും ബലമൊടത്തുമവർക്കിരുകൈയിലും വിലസി വേറെയുമായുധം ധൃതവിളംബിതം യമകം
ഉള്ളൂരിന്റെ ഉമാകള്ളത്തിന്ന്. രാജേഷിന് ബാ. ബ്രഹ്മർഷിമാർ മുഖ്യനെ മുക്കുപത്തി പെറ്റോരു പുണ്യക്ഷിതി മണ്ഡലത്തിൽ അഹോ മനുഷ്യനു മനുഷ്യനോടു സാമീപ്യ സമ്പർക്കമധർമ്മമായി. വള്ളത്തോൾ. ഞാനായോ ഞാനായോ അതെ 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 ആല് അതെ. ആ വെള്ളക്കതിർ തൊപ്പി, ആ വടിവഴും ഷേർവാണി, ആ ചെമ്പനീർ പൂവ്, ആ കൂമ്പിയ കൈകൾ, ആ ബഹുജന പ്രേമ പ്രതിപ്ലാനനം, ആ വശ്യസ്മിതം, എന്തിനാണധികം ഓരോന്നും മറക്കാൻ ഇവർക്കാവില്ലാതിഷം. ഇന്ത്യ തൻ ഹൃദയ സമ്രാട്ടേ യുഗാന്തം വരെ കേണ്ടി. നെഹ്റുവിനെ പറ്റിയല്ലേ? നെഹ്റുവിനെ പറ്റിയല്ലേ? ഈ ശ്ലോകം ഇദ്ദേഹം കഴിഞ്ഞ മത്സരത്തിന് മത്സരിച്ചപ്പോ ചൊല്ലി തെറ്റിച്ച് 2ാം സ്ഥാനത്ത് പോയി. ഏത് ഉറക്കത്തിന് വിളിച്ചോട് ചോദിച്ചാലും ചൊല്ലണ ശ്ലോക. അത് തെറ്റിച്ച് 2ാം സ്ഥാനത്ത് പോയി. എവിടെയായിരുന്നു മത്സരം? തൃശ്ശൂർ മറ്റേ നമ്പൂതിരിമാരുടെ മറ്റേ ഇതില്ലേ യാദവ്. യാദവ് ചെല്ലുമോനെ. ആയാസത്താൽ വിയർപ്പിൻ കണികകളണിയും നെറ്റിമേൽ പാതിയാളമ്മായും സിന്ദൂരഗോപിക്കുറിയും ഉടലിലക്കാട്ടു ചെമ്മണ്ണുമേന്തി സായംകാലം പുണർനീട്ടിന ഘനസകലം പോലെ മാടിന്റെ പിന്നിൽ കായാമ്പൂവർണ്ണനെത്തും നയന മധുരമാം ചിത്രമോർ കട്ട ചിത്തം. ഇപ്പൊ വികേജി വന്നു. ചിത്രമോർക്കട്ട ചിത്തം. സായങ്കാലം. സായങ്കാലം. ഇത് മോനെ കഴിഞ്ഞല്ലോ അല്ലേ? സായല്ലേ? സദ്യൂഹപ്പൊടിയാൽ അല്ലേ? സദ്യൂഹപ്പൊടിയാൽ പഠിച്ച അയ്യോ പെണ്ണിനെ ചേർത്ത് വെച്ച ദേഹക്കൊടിയിൽ കൊടുത്തു കൊടുതാം വാർണീഷുവാണീശ്വരൻ. ഉദ്ദേശം 17 കുറഞ്ഞിടും വയസ്സാണവൾക്ക്. ഇദ്ദേശത്തിൽ ഒരുത്തി പോലും അവളോടൊക്കില്ല ഭോഷ്കല്ലിത്. ശിവള്ളി. ഉദ്ദേശം ക്ലിയർ ആണല്ലേ മോളെ? ക്ലിയർ ആവണ്ട. വീഡിയോ ഓഫ് ചെയ്തോ. അപ്പൊ കുറച്ചും കൂടെ കിട്ടും. വീഡിയോ ഓഫ് ചെയ്തിട്ട് കിട്ടിക്കോളൂ. കുറച്ചും കൂടെ ക്ലിയർ ആകും. ഞാൻ അടുത്തിരുന്ന് കിട്ടിക്കോളൂ. ചോരണം ചെയ്തവനിരുപതു കൈയുള്ളവൻ പോരടിക്കെ ഹുങ്കാരം കൊണ്ടു നിർത്തിയിട്ടവനുടെ കഥ വലിക്കുമ്പോഴുണ്ടാം ടങ്കാരം കൊണ്ടു തീർത്തു വലയുമടിയന രാമചന്ദ്രൻ സഹായം. നടുവത്തച്ഛൻ. പുഷ്പമേ അധിക തുംഗപദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു
രാജ്ഞി കണക്കയേ നീ ശ്രീ ഭൂവിൽ അസ്ഥിരമ സംശയം ഇന്നു നിന്റെ ആഭൂതി എങ്ങു പുനരെങ്ങു കിടപ്പിതോർത്താൽ. വീണ പോവ്. വസന്തവിലം അസ്ഥിരാന്നേ ഉള്ളു കേട്ടോ, അസ്ഥിരമല്ല. അസ്ഥിരാണ് ഞാൻ ഓ, പറയാൻ അസ്ഥിര അസംശയം. ഓ, അസ്ഥിര അസംശയം. ഓ, ഓക്കെ. ശരി. ശ്ലോകം ചൊല്ലാൻ പഠിക്കും പുതിയ തലമുറയ്ക്കാത്മധൈര്യം വളർത്തും പാകത്ത് പൂർവകാല സ്മൃതി അലയുലി കേട്ടന്തരീക്ഷം കൊളുത്തും ആകപ്പാടെ നിനച്ചാലഭിനവ കവിതാനീതിയോര ഭാഷാഘട്ടപ്രൗഢിപ്പോൾ പുലരുവതിവരിൽ കൂടിയാണെന്നു തോന്നും. വൈക്കം വിവേകാനന്ദനാണോ അല്ലേ സാറേ, വേലപ്പിള്ള സാറേ? കാത്തി ആരുടെ എഴുതിയിട്ടുണ്ടോ? എസ് എൻ ഇളയതാ? എസ് എൻ ഇളയതാണ്. ആയം കണ്ട അഞ്ഞട്ടുക്കും കവിവര കരിസംഘങ്ങൾ തട്ടിത്തകർപ്പാനായിക്കൊണ്ടെത്തിയെന്നാൽ പൊരുതു വിരുതു കാട്ടിട്ട് തൃത്തിട്ടുമൊട്ടും കായക്ലേശം അത് പോയി. ആരോ നേർക്കുകിലായവന്റെ ബലമങ്ങർത്ഥം പിടിച്ചിടുവാനേറും ധാടിയും എന്നിലയ്ക്കൊരുവനിൽ എന്നുള്ള തള്ളിച്ചയും ചാരേതൻ കവിത പുതുക്കമനിയും ചേർന്നങ്ങിരിക്കും വെളുത്തേരിൽ കേശവ വൈദ്യൻ ഇന്ദുവദനെ ബാലി മഹാവിക്രമി. കവിരാമായണമായിരിക്കുമല്ലോ അല്ലേ? അതെ, കവിരാമായണം. ചേരുന്നീലാരുമായൻ ശ്രുതി പിരിമുറുകി പൊട്ടിടുന്നു വലിക്കും തോറും താളം പിഴയ്ക്കുന്നിതു പല കുറിയും കാലുറപ്പീല നിൽപ്പിൽ മാറാരെ ചെണ്ടകട്ടിക്കരുതിതു വിധമെന്നെയും ശിഷ്യരാക്കി താരാലൻ തെറ്റുതീർത്താൽ ഉലകു മുഴുവനും കേളി കേൾപ്പിച്ചിടാം ഞാൻ. ഉലകിൽ എവിടെയും ആണെന്നാണ് അറിവ്. മാന്നല്ലേ പറഞ്ഞേ? ഞാനത് കേട്ട് ശ്ലോക സദസ്സുകൾ കേട്ട് ഉള്ള പരിചയമേ ഉള്ളൂ. ഉലകിൽ എവിടെയും കേളി കേൾപ്പിച്ചില്ല. അദ്ദേഹത്തിന് എസ് എൻ അറിയാം ആരാണ്? ഇതിന്റെ കീഴ്ക്കടക്ക് ചെല്ലാനുള്ളവരുണ്ട്. മാരാരേ കരുണാകര മമ മനസ്സാകും ആഭ്യന്തരസ്ഥാനി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നേരെ ഡയറക്റ്റ് ആയിട്ട് മാരാരെ വിളിക്കുന്നതല്ലേ, ഇതിപ്പോ മാരാരിയെ സ്നേഹത്തോടുകൂടി വിളിക്കുന്നതാണ്. അല്ല, മാരാരേ കരുണാകര അങ്ങനെ വിളിക്കണേ. അത് ആഭ്യന്തരാണ്. അതെ, മമ മനസ്സാകും ആഭ്യന്തര എനിക്ക് മുഴുവൻ ഓർമ്മയില്ല. രാജേശ്വരിക്കുള്ള മാരാരെ ചെണ്ട കുട്ടിക്കരുത്. മെയ്യിൽ പാർവതി പാതി പാതി ഹരിയും പങ്കിട്ടെടുത്തിടവേ പോയല്ലോ ഹരനെന്ന് ഗംഗയുടനെ ചെന്നങ്ങു ചേർന്നാഴിയിൽ വാനത്തമ്പിളിലേഖ പാമ്പു കുഴിയിൽ സർവജ്ഞതാധീശതാസ്ഥാനം രണ്ടു ഭവാങ്കൽ എങ്കലുമഹോ ഭിക്ഷാടനം ഭൂപതേ. രാജാർമ്മയുടെ ശ്ലോകം അത് കാളിദാസന്റെ അർത്ഥം ദാനവ വൈരിണാഗിരിജയാഭ്യർത്ഥനം അതിന്റെ
തർജ്ജമ. മാലേ വാ വാ മാ മാ വാന വാന വാനത്തമ്പിളി. വാന വായ വാനം 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 ആ ആ മാനല്ല വാനം വാനം വാനത്തമ്പിളി. അക്ഷരം വാനമാണോ? വാ 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 വല്ലപ്പോഴും. ഓക്കെ ഓക്കെ. വേഗത്താൽ വെമ്പിടും തേർക്കുതിരകളെ നിയന്ത്രിച്ചു തമ്മട്ടിയേന്തി പ്രാഗൽഭ്യത്തോടു സാജീവൃത മുഖകമലം ഭാരതപ്പോർ നിലത്തിൽ ആഗസ്സിൻ ചിന്തയാൽ വിക്ലവത കലരും അപ്പാർത്ഥനെ കർമ്മയോഗോദ്വേഗത്താൽ ജ്വലിപ്പിച്ചിടും അഖില ജഗത്സാരഥേ കൈവണങ്ങും. ഏതക്ഷരം വ്യക്തമായി? വൈലോപ്പിള്ളി ആ അക്ഷരം ആ. ആഗസ്റ്റിൻ ചിന്തയൽ. ആകാശങ്ങളെയന്തരാശികളൊട്ടും ഭക്ഷിക്കുമാകാശമായി ഈ കാണുന്ന സഹസ്രരശ്മിയെ ഇരുട്ടാക്കും പ്രഭാസാരമായി ശോകാശങ്കയഴാത്ത ശുദ്ധ സുഖവും ദുഃഖീകരിക്കുന്നതാമേകാന്തദ്വയശാന്തി ഭൂവിനു നമസ്കാരം നമസ്കാരമേ. ആശാന്റെ പ്രചോദനം അവസാനത്തെ ശ്ലോകം. സർദൂലത് കടിതം. ശങ്കാഹീനം ശശാങ്കാമലതരയശസ കേരളോൽപ്പന്ന ഭാഷാവൻ കട്ടിൽ സഞ്ചരിക്കും സിതമണിധരണീ ദേവഹര്യക്ഷവര്യൻ ഹുങ്കാരത്തോടെതിർക്കും കവികരിനിടിലം തച്ചുടയ്ക്കുമ്പോൾ നിന്ദാഹങ്കാരം പുണ്ട നീയാമൊരു കുറുനരിയെ കൂസുമോ കുന്നി പോലും. വെൺമണി. വെൺമണി കവിപുഷ്പമാലയിലെ ഒരു ശ്ലോകം കൂടിയാ. ഹരി ഹരി ആരാധ്യ ആരാധ്യ അൺമ്യൂട്ട് എഴുതലും അൺമ്യൂട്ട് എഴുതും. ഒന്നുകൂടെ ചെല്ലാമോ? ഒന്ന് അടുപ്പിച്ച് പിടിക്കാം. വീഡിയോ ഓഫ് ചെയ്തിട്ട് അടുപ്പിച്ച് പിടിക്കൂ. ഹന്താനന്ദ സ്വരൂപമണി വീണ്ടും വെൺമണി. അക്ഷരം എന്താ? സ്വന്താനന്ദാഹി. സ്വന്തം സ്വന്താനന്ദാഹി. ഹരിദാസല്ലേ? സുചേഷ്ടിതം കൊണ്ടു ജഗത് പ്രസിദ്ധൻ കുചേലനെന്നുള്ളൊരു ഭൂമിദേവൻ വശിത്വമുൾക്കൊണ്ടു മഹാദരിദ്രൻ വസിച്ചു സാന്ദീപനി വാസദേശേ. എനിക്ക് ഓർമ്മയില്ല. വാ കാത്തി. വാടാമിന്തനും മങ്ങിടാമിഴികളൻ കൂടപ്പിറപ്പാം ഭയം കൂടാം
കോടി ജനാപഹാസദഹനച്ചൂടാൽ ദഹിക്കാമനം വീടില്ലെങ്കിൽ ഒരാൾ മരത്തണലിൽ ഞാൻ കൂടും മരിക്കും വരെ പാടും നിൻ തിരുനാമമന്ത്രം ഇടയ ഗ്രാമപ്രഭാപുഞ്ചമേ. അത് VKG അല്ലേ? അതെ 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 അതെ. VKG. എന്നോട് വാദന്ന് തോൽപ്പിക്കാനാന്ന് തോന്നുന്നു. വാവിട്ട് ചൊല്ലരുത് കേട്ടോ, വാവിട്ട് ചൊല്ലരുത്. വന്നേരിക്കാർ ധരിത്രീ സുരവരർ നിറയും വെച്ചു നോസ്കാരം അന്നാൾ വന്നേറി വ്യക്തിഭാവം തികയുമൊരുവനില്ലത്തു വീതോപവീതൻ എന്നെ ചോമാരിമാരും വെടി പറയൽ നിറുത്തിട്ടെണീറ്റാദരിച്ചാരന്നേ ഞാൻ കണ്ടതാദ്യം സുമഹിത കവിതാധാമമാഹാനെ. റേഞ്ചി വള്ളത്തോളിനെ പറ്റി കവിഗുരു. എല്ലായ്പ്പോഴും കളിപ്പാൻ ചുടല വിഷമഹോ ഭക്ഷണത്തിനുമെന്നല്ലുല്ലാസത്തോടുമയ്യാഭരണം അരവമായി ഇങ്ങനെ തീർന്നു കാന്തൻ ചൊല്ലും തലവനൊരു മകൻ ഷൺമുഖൻ വിസ്തരിച്ചിന്നെല്ലാം നേരം അവമല മകളെ ജാതകം ജാതി തന്നെ. ജേക്കബ് ജോൺ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ചായല്ലേ. ചെന്നായിൻ ഹൃത്തിനും ഹാഭുവി നരഹൃദയത്തോളമയ്യോ കടുപ്പം വന്നിട്ടില്ല. ഭുജിപ്പൂ മനുജൻ നീതി കൂർക്കം വലിപ്പൂ നന്നാവില്ലി പ്രപഞ്ചം ദുരയുടെ കൊടിയേ പൊന്തു നാറ്റം സഹിച്ചും നിന്നിടാനിച്ഛയെന്നോ മഠയ മനുജ നീ പോകൂ മിണ്ടാതെ പോകൂ. ചങ്ങമ്പുഴ അല്ലേ? അല്ല പോകുന്നു തന്നെയാ. അല്ല പോകുന്ന പോകുന്ന ഞാൻ വായിച്ചിട്ടുള്ളത് ചങ്ങമ്പുഴയുടെ കൃതികളുടെ. ഞാൻ ചാകൂന്ന ഞാൻ പുസ്തകം കൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ വേറെ എവിടെ കേട്ട് പഠിച്ചത്. ചാകൂന്നാണോ? പോകുന്നു തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഉമേഷ് പറഞ്ഞെങ്കിൽ എനിക്ക് ചങ്ങമ്പുഴ കൃതികൾ ഞാൻ വായിച്ചാ ഇത് കേട്ടിട്ടുള്ളത് നോക്കിയിട്ടില്ല. ആളുകള് ചൊല്ലുമ്പോ ഇങ്ങനെ മനോധർമ്മം കയറി വരാത്ത. അതായിരിക്കും അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. അതെ, ഞാൻ നോക്കി വായിച്ച് പഠിച്ചതല്ല. നായല്ലേ? നന്നാവില്ലി പ്രപഞ്ചം. കേൾക്കണില്ലല്ലോ. മൈക്ക് ഓണാണ് പക്ഷെ കേൾക്കണില്ല. ഹലോ, അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കണില്ല. പറ്റിട്ടോ, വീണ്ടും പഴയ കണ്ടീഷൻ ആയിരുന്നു. ശരിയായി പറഞ്ഞോളൂ, ചൊല്ലിക്കോളൂ. അക്ഷരം ഒരു സൗണ്ട് കേട്ടല്ലോ. ഇപ്പോഴും കേൾക്കണില്ല. അദ്ദേഹത്തിന്റെ സെറ്റിന്റെ മൈക്കിന് എന്താ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ആദ്യം അത് തന്നെയായിരുന്നു. യാദവ് ചൊല്ലട്ടെ, നമുക്ക് ഇടയ്ക്ക് അദ്ദേഹത്തിന് റെഡിയാകണമെങ്കിൽ അപ്പൊ കൊടുക്കാം അല്ലേ? യാദവ് ചൊല്ലിക്കോളൂ. വായിക്കാം. യാദവ് ചൊല്ലിക്കോളൂ. യാദവ് നീരാട്ടും ജട നീറണിഞ്ഞ തിരുമേ
നീറുന്ന തൃക്കണ്ണുമ നീരന്ധ്ര പ്രണയാഭിഷിക്ത ഹൃദയം നഞ്ഞാണ്ട കണ്ഠസ്ഥലം കാളാഹി ചുരുൾ കങ്കണം തിലഗൃഹം കാളപ്പുറം തേർത്തടം കാലാര ചുട്ടലക്കളക്കളറിയാശാനെ നമിക്കുന്നു ഞാൻ. കാളപ്പുറം തേർത്തളം കേട്ടോ. ആ ഇപ്പൊ കേൾക്കാം ഇപ്പൊ കേൾക്കാം. ആ കാളപ്പുറം തേർത്തളാണ്, പാർത്തളം അല്ല. കാളപ്പുറം തേർത്തലാണ് യാദവ്. ചേർത്തടം. ആ. കാളപ്പുറം ചേർത്തടം. കാളപ്പുറം കാളപ്പുറം തേർത്തടം. തേർത്തടം എന്നാണെന്ന് അപ്പൊ ഇപ്പൊ ഏറ്റവും ചെല്ലാൻ പറ്റുമോ? അങ്ങനെയാ ചൊല്ലിയിരുന്ന റോമ. ആ അറിയില്ല, പാത്രം എന്നല്ലേ. എസ് സാർ ഉണ്ടോ അതോ ഇല്ല? ചൊല്ലണ്ടോ? ഞാൻ ചൊല്ലട്ടെ. കായ്ക്ക് ചൊല്ലിക്കോളൂ. ഇപ്പൊ കേക്കാം ഇപ്പൊ കേക്കാം. ഇദ്ദേഹം ചൊല്ലട്ടെ. ഞാനാ ചൊല്ലണ്ടേ? ചൊല്ലിക്കോളൂ. കാ കാ ആ കാ ചൊല്ലാം. കത്തുവാൻ ബഹുമിടുക്കനെന്നു പുകളെ മുൻ മുഖ്യമന്ത്രി കരുണാകരഞ്ഞ തുണയേകിടുന്ന മുരളീധരൻ തൃക്കഴുത്തിലണിയുന്ന 3 നവരത്നമാലകൾ പൊതിഞ്ഞ് പെട്ടിക്കകത്തൂട്ടിയത് പെട്ടികട്ട കഥമംഗളം. ഗോലൂർ മാധവൻ. തായല്ലേ തായല്ലേ ഇതിന് തായല്ലേ താ താ. ആ ശരി ശരി. ഞാനല്ല. തീക്കട്ടക്കനലൊത്ത കണ്ണ് ഉരികമ്പില്ലൊത്ത രക്തം സ്രവിച്ചാർക്കും ഭീതിതമായ ദംഷ്ട്ര ഗുഹ പോലാസ്യം തുടും ചുണ്ടുമായി ചെമ്പിച്ചുള്ളൊരു കൂന്തലാകവയഴിച്ചിട്ട കിരീടം ധരിച്ചമ്പെപ്പോർ വിളിയും നടത്തിയ ജഗന്മായേ തൊഴാമംബികേ. നടുവോ? ആരാധ്യ. പട്ടും ശതം ചേർന്നും മാകും ഭക്തലിംഗലെന്തും ഉമശരണി പുഷ്പം പാല്ലേ പുത്തൻ ബന്ധുക്കൾ പോയാലും പൊടിയിൽ കളിപ്പതിനു തൻ നിന്നമ്മ തൻ മേനിയിൽ ചായാനും മറിയാനും ഇത്തിരി കഴിഞ്ഞിട്ടാമിളം പൈതലേ നീയാകും നിധിയെ കൊടുത്ത പരമോദാരന്റെ പാദാരുണഛായാചാതുരി നേർക്കു കണ്ടൊരു ലയം പ്രാപിച്ചിരിപ്പാണവൾ. വള്ളത്തോൾ നീലാകാശത്തിലേറും പറവകളമനം മാറിയില്ല പ്രണയം ബാലാദിത്യ പ്രകാശ പ്രതിനവ സുഖദം വർഷവാദീയം ജാലം ലോലം ഗജാലം മലരുളി മധുരം മാതൃകം ശുദ്ധ ശിക്ഷാലോലം ബാല്യകാലം മതിവരെനുകരാൻ കാത്തു നിന്നീലകാലം. കൈതക്കലിന്റെ എണ്ണം വന്നു. കൈതക്കൽ ജാതവ്. കൈതക്കലിന്റെ എണ്ണം വന്നു.
ഞാൻ ഉമേഷോട് പറഞ്ഞ ആ ജീവിക്കാൻ മാറി മാറി കഴകം അഴിമതിക്കള്ള ദൈവങ്ങൾ വാഴും കോവിൽക്കുള്ളിൽ തുടർന്നു പലകുറി വെറുതെ ഈറനേറ്റേണ്ടി വന്നു. തേവർക്കായി വച്ച നേദ്യപ്പടകഴ വരുമെമ്പ്രാനെയും തൻ വിളക്കാൽ സേവിപ്പാൻ വന്നു യോഗം തവ നിപുണകവേ ജാതകം ജാതി തന്നെ. എനിക്ക് ദേശത്തിന്റെ കൃഷ്ണവാര്യരെ കുറിച്ച് കണ്ണാടുടയവുകളരും തമ്പുരാനാട്ടെ ആരും ന്യായവേദം നടന്നാൽ അവരുടെ തലയിൽ കണ്ടകോടാലിയൊപ്പം പായാക്കി ഭയത്ത പകലിരവൊരുപോൽ പാപികൾക്കുള്ളിലേകും മായാവിപ്രേന്തുവിൽ ചെന്നടിയുക മനമേ മറ്റിടം ചുറ്റിടാതെ. ഉള്ളൂ. മുഴുവൻ ക്ലിയർ ആയില്ല. ആദ്യത്തെ ഒരു നെറ്റിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഒന്നുകൂടെ ചൊല്ലണോ? ഒന്നുകൂടെ ചൊല്ലി നന്നായിരിക്കും. മുഴുവൻ കേട്ടില്ല. തായാകട്ടെ തന്നാടുടയ പുകളയും തമ്പുരാനാട്ടെ ആരും ന്യായാവേദം നടന്നാൽ അവരുടെ തലയിൽ കണ്ടകോടാലി ഒപ്പം പാരാക്കി ഭയത്ത പകലിരവൊരുപോൽ പാപികൾക്കുള്ളിലേകും മായാവിപ്രേന്തുവിൽ ചെന്നടിയുക മനമേ മറ്റിടം ചുറ്റിടാതെ. ഉള്ളൂരിന്റെ അല്ലേ? ഉള്ളൂരിന്റെ പരശുരാമനെ കുറിച്ച് ഉള്ളൂരിന്റെ ഒരു പരശുരാമ സ്തുതി ഉണ്ട്. അതിലെ രണ്ടാമത്തെ ശ്ലോകം. ഞാൻ പായല്ലേ. പണ്ടേയുണ്ടാക്കിയിട്ടുള്ളൊരു കവിതകൾ പീയൂഷതുല്യങ്ങളിപ്പോഴുണ്ടല്ലോ വേണ്ടുവോളം പുനരവകൾ സഹസ്രാംശമിങ്ങാരറിഞ്ഞു ഇണ്ടൽപ്പെട്ടെന്തിനിപ്പോൾ ഗുണലവമണയാതുള്ള പദ്യങ്ങൾ ഞാൻ കൂടുണ്ടാക്കുന്നെന്നു വെച്ചിട്ടൊരു മടിയുളവായി ആയതോ പോയിതിപ്പോൾ. ഇത് മുൻഷി രാമക്കുറുപ്പിന്റെ ചക്കീചങ്കരം. നാന്ദി ശ്ലോകങ്ങളിൽ പെട്ടാണെന്ന് തോന്നുന്നു. ഇപ്പോൾ പോവുകയായി ശകുന്തള ഇതോർത്തിണ്ടൽപ്പെടുന്നു മനം കണ്ഠ ബാഷ്പനിയന്ത്രണാൽ കലുഷിതം ഇപ്പോൾ പോവുകയായി ശകുന്തള ഇതോർത്തിണ്ടൽപ്പെടുന്നു മനം കണ്ഠം ബാഷ്പനിയന്ത്രണാൽ കലുഷിതം മങ്ങുന്നു ചിന്തയാൽ സ്നേഹാലിത്രയുമാകുലൻ ഭാവനേവയുന്ന ഞാൻ പോലുമേ ഗേഹസ്ഥലെത്ര പുരുതാം പുത്രീ നിയോഗൽപ്പെടാം. തർജ്ജിമ വള്ളത്തോൾ. വള്ളത്തോൾ ദ്വിതീയാക്ഷപ്രാസം ഇല്ലാതെ ശാർദൂലത്തിൽ എഴുതിയോ? ഒരു സംശയം. കുറ്റിപ്പുറാണെന്ന് എനിക്ക് സംശയമുണ്ട്. വള്ളത്തോളിനെ വായിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് ഓർമ്മയില്ല. ഓക്കെ. ചൊല്ലട്ടെ. നിന്റെ ഈ ശ്ലോകം നിന്റെ ഉണ്ടോ? ഇപ്പൊ ചൊല്ലിയ ശ്ലോകം നിന്റെ ഉണ്ടോ? ഹലോ, രാജരാജവർമ്മ AR-ന്റെ ആണ് കേട്ടോ ഉമേഷ്. AR-ന്റെയോ? അല്ലല്ലോ, AR-ന്റെ ഇന്നാകുന്നു ശകുന്തള ആണ്.
ഞാൻ നോക്കാൻ വേണമെങ്കിൽ എന്റെ ഇരിക്കുന്നുണ്ട് പുസ്തകം, അത് ഞാൻ നോക്കിയെടുക്കാം. ഏത് ഇപ്പോൾ എന്നാണല്ലോ തുടങ്ങുന്നത്. ഏതങ്കാന്ന് ഓർക്കണ്ടോ? ഇത് 4-ാം അംഗം. എയറിന്റെ ഇന്നാകുന്നു ശകുന്തളാഗമനം എന്നോർത്തുള്ളി ഇന്നാകുന്നു ശകുന്തളയാണ് എയറിന്റെ. അതെ, അങ്ങനെയാണ് കേട്ടിരിക്കണേ. കേട്ടിട്ടത് പോകുന്നുണ്ടിരുന്ന ആളാണ്. അതെ, ഞാൻ എഴുതി കൊടുത്തായിരിക്കും അത്. പോകുന്നുണ്ടിരുന്നാൾ ശകുന്തള വിരിഞ്ഞെന്നോർത്താണ് എയറിന്റെ. ആരാണ്? മോൻ ചൊല്ലട്ടെ. ചൊല്ലിക്കോ. സംസാരമയ ഘോരസാഗര തരീഭൂതേ സമസ്തേശ്വരി ഹിംസാപേത ഹിരണ്യഗർഭദയിതേ ഹീരോബലോദ്യൽ പ്രഭേ ഹംസാരാധിത ഹംസവാഹനസുതേ ഹംസാത്മികേ ഹംസികേ ഹംസധ്യാനകലേ ഹരാംഗനിലയേ അംബേ കടാക്ഷിക്ക നീ. മോനെ കായല്ലേ? ഹംസാരാധിത ഹായാണോ? ശരി. ഹൃന്നാളം ചിത്തവൃത്തി പ്രചലിത നടനം നിർത്തി ഓങ്കാര സച്ചിൽ കേന്ദ്രത്തിൽ ചെന്നു പറ്റാൻ പലതവണ പുറപ്പെട്ടു ഞാൻ തോറ്റുപോയി. നിർമായം നിന്റെ മായായവനിക മമ ദൃങ്മണ്ഡലം വിട്ടുമാറാൻ സമ്മോദാലിഞ്ഞു കൽപ്പിപ്പതുവരെ ഗതി മറ്റെന്തുമേ പത്മനാഭ. VKG. വള്ളത്തോളം തന്നെ ആവട്ടോ. എന്റെ ഇല്ലാട്ടോ, എന്റെ 4 ആ ശ്ലോകം ഇല്ലാട്ടോ ഉമേഷേ. വള്ളത്തോളം വായിച്ചിട്ടുണ്ട്. എന്റെ ഒരു കുറ്റിപ്പുറം ചെറുളീരും ആറ്റൂരിന്റെയും AR-ന്റെ ഉണ്ട്. അത് നല്ലില്ല. അടുത്തത് കാത്തി അല്ല ആരാധ്യ അല്ലേ? ആരാധ്യേ. നീലമേഘ നിറമാണ്ടവൻ മുടിയാണ്ടവൻ കാളിയൻ നിറഞ്ഞ ഭണമേ മാലകയുഗ നിരന്തരം കരുണാണ്ടവൻ പാണ്ഡവൻ. കാരണത്ത് പരമേശ്വരന്റെ KVP നമ്പൂതിരിയുടെ. കാരണത്ത് മോഹൻ അല്ലേ? അല്ല, മോഹനല്ല. മോഹന്റെ മൂത്തേട്ടൻ ഏറ്റവും വലിയ അത് കാലേ. കണ്ണിൽ കണ്ണീർ നിറച്ചിട്ടകമിടറിവിടം വീർപ്പു വിട്ടാശു മിന്നിട്ടെണ്ണി പ്രാപഞ്ചിക കോളടിയുടെ നടുവിൽ പെട്ടുവല്ലാതെ മുങ്ങി. മണ്ണിൽ ചൈതന്യമില്ലാപ്പടി പൊടിപുരളും മട്ടുവാടിക്കിടക്കും പെണ്ണിൻ പൂമേനി താങ്ങി ദയിതനവനിരുന്നിടിനാനെന്തു ചെയ്യാൻ. ഒരു വിലാപം. ക്ലിയറല്ല. ഹലോ
ഒന്നൂടെ അടുത്ത് പിടിച്ചല്ലേ, ക്ലിയർ ആവണില്ല. ഹലോ സർ. ഇപ്പൊ കേൾക്കാം. വീഡിയോ ഓഫ് ചെയ്തോളൂ മോളൂ. വീഡിയോ ഓഫ് ചെയ്തോ, വീഡിയോ ഓൺ ചെയ്യണ്ട. സർ ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം. ഇപ്പൊ ചൊല്ലിക്കോളൂ. മുട്ടോടുമൊരു മുട്ടു വീതമൊരു കുട്ടി ഞാനിവിടെ ഇട്ടുവെന്നുട്ടുമാവു തലയാട്ടി നിന്നു ഞെളിയട്ടെ ഇന്നു പല മട്ടിലും കെട്ടുപോകുമിവനൊട്ടു നാളിലഥ നാട്ടുമാറുപടി പുഷ്ടന ഇട്ടു തീർവു ഫലവൃഷ്ടി ജീവു ഭൂവി നട്ടവന്നു പരമിഷ്ടമാം. ആരുടെ എഴുതിയിട്ടുണ്ടോ കാപ്പി? എഴുതി വെച്ചിട്ടുണ്ടോ ആരുടെയാണ്? ഞാൻ ഓർക്കുന്നില്ല. കൃഷ്ണവാര്യൻ. ഉമേഷ് നോട്ട് ചെയ്തോ? MR കൃഷ്ണവാര്യൻ. ഞാൻ എഴുതി വെച്ചിട്ടില്ല. MR കൃഷ്ണവാര്യൻ. കാൽക്കലും ചില്ലർ തലയ്ക്കലും പുനരിരുന്നു കൊണ്ടു കരയുന്ന നാൾ കാക്കുമോ മരണകാലമെന്നതു മാർക്കു വേണ്ടുവതു നിശ്ചയം. കാക്കനാനരി വലിക്കയോ പുഴുവരിക്കയോ ചുടുകയോ ദൃഢം കാക്കലുടനാക്കി മുക്കുതലമേവുമെൻ ജനനിയാശ്രയം. ആദ്യത്തെ വരി കാൽക്കൽ വേണ്ട, കാക്കൽ എന്ന് മതി. എല്ലാത്തിലും ഇക്കായാണ്. കാൽക്കൽ എന്നല്ല, കാക്കലും. ശരിയാ. അത് ആരുടെയാന്ന് ഓർക്കണ്ടോ സാറേ? എനിക്ക് ഓർമ്മയില്ല ആരുടെയാണെന്ന് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. എല്ലാത്തിലും ചോദിക്കും. കണ്ഠനാളമഴകിൽ തിരിച്ചനുപദം രഥം പിറകിൽ നോക്കിയും കുണ്ഠനായി ശരഭയേന പൃഷ്ഠമതു പൂർവകായഗതമാക്കിയും ഇണ്ടൽ പൂണ്ടു വിവൃതാൻ മുഖാൽ പതിച്ച പച്ചദർഭകൾ വമിക്കവേ കണ്ടുകൊള്ളുക കുതി കൊണ്ടു കിഞ്ചിതവനൗ വൃഷം നഭസിധാവതി. സദസ്സിന്ന് ഒരാളെ കൈപ്പൊക്കിയിട്ടുണ്ട്. ഷമീന ചൊല്ലിക്കോളൂ. അല്ലല്ല, ഗസലാണത്. ഗസല്. ഈ മഹമ്മദമംഗ അക്ഷരം മാറിപ്പോയി. അല്ല, ഈ ആണ്. കറക്റ്റാ, ചൊല്ലിക്കോളൂ. ഈ മഹമ്മദമംഗ ദന്തകിരണ സ്പർശാൽ ക്ഷണം ചെഞ്ചൊടി ശ്രീ മാറുംപടി ചെയ്തിടും നിഭൃതമാം മന്ത്രാക്ഷരോച്ചാരണം പ്രേമാർദ്രസ്ഫുടഗീതി പോലെ തിരുവല്ലാവിന്റെ കർണങ്ങളിൽ പൂമാധ്വീശകലങ്ങളെ പ്രതിപദം തൂകുന്നതുണ്ടാം ദൃഢം. ക്ലാസ്സുകാരാണ്, കോട്ടക്കൽ സ്വദേശിയാണ്. വള്ളത്തോളന്റെ ശ്ലോകം അല്ലേ? ഗസൽ എന്നാണോ പേര്? അതെ, ഗസൽ. കോട്ടക്കലാണ് അല്ലേ? കോട്ടക്കല. അത് അമ്മയ്ക്ക് അവിടെ ജോലി ആയതുകാരാണ്. അമ്മ അവര് തിരുവനന്തപുരക്കാരാണ്. പുള്ളിക്കാരത്തി അവിടെ കോട്ടക്കല കോളേജ്, ആയുർവേദ കോളേജിലെ സംസ്കൃതം പ്രൊഫസർ. ശരി. അമ്മയുടെ പേരാണോ ഷമീന? ഷമീന ബീഗം. ശരി. എന്റെ വൈഫ് ബിന്ദു അവിടെ പഠിച്ചതാണ്, ആയുർവേദ കോളേജിൽ പഠിച്ചതാണ്, കോട്ടക്കൽ. ഏത് വർഷം സാറേ? 90 to 94. സാർ ഞാൻ വന്നത് 95-ല്. ജീനയുടെ ഒക്കെ ക്ലാസ്മേറ്റ് ആണ്. ജീന ഇപ്പൊ അവിടെ സൂപ്രണ്ടാ. അറിയാം സാറേ, അറിയാം. ഓക്കെ, താങ്ക് യു സാർ. രാജേഷ് മ്യൂട്ടാണ്. പായല്ലേ? അക്ഷരം പായാണല്ലേ? പ്രേമാർദ്ര സ്ഫുടഗീതി പോലെ. പാട്ടിൻ രാഗങ്ങളാകാമുണരുവതു ചിലപ്പോൾ ചിലപ്പോൾ ചിലങ്ക
കൂട്ടിൻതാളങ്ങളാകാം, യമഭട മുസലാഘാതമാകാം ചിലപ്പോൾ. കേട്ടാൽ രോമാഞ്ചമേൽക്കും സഹൃദയരഖിലം, ചെണ്ടമേലങ്കുലാഗ്രം തൊട്ടാൽ നാദപ്രപഞ്ചം മുഴുവനുമുണരും സിദ്ധി തൻ മുഗ്ധഭാവം. ഇത് അരിയന്നൂർ ഉണ്ണികൃഷ്ണന്റെ ആണ്. ആരെക്കുറിച്ചാണെന്ന് അറിഞ്ഞൂടാ. അത് ആ ശ്ലോകത്തിന്റെ ആദ്യം ഒന്ന് പറയാമോ? പാട്ടിൻ രാഗങ്ങളാകാം. ഓക്കെ ഞാൻ നോക്കി പറയാം. അല്ല അദ്ദേഹത്തോട് ചോദിക്കാം. കേട്ടാൽ കൊഞ്ചം നർമ്മം ചിലപ്പോൾ ഭുവനമഖിലവും ശുദ്ധനാദ പ്രപഞ്ചം പഞ്ചം മാധ്വീമരന്തം തഞ്ചം ശ്രീമരന്തം പൊഴിയും. കൊഞ്ചം നർമ്മം ചിലപ്പോൾ ഭുവനമഖിലവും ശുദ്ധനാദ പ്രപഞ്ചം പഞ്ചം വംശീമരന്തം പൊഴിയും. വൃഷഭമി പാഞ്ചജന്യം കുഞ്ഞിക്കോലും ജനഹൃദയരഥവ്യൂഹം ഈ കുഞ്ഞികൃഷ്ണന്റെ തായമ്പകയുടെ മധുരോത്താളതാളം. ഭാവത്തിന് ചെല്ലണേ. അതും ഒരു ചെണ്ടയുടെ സ്ലോ ആണല്ലോ. നല്ല ചെണ്ട. ഭാവത്തിന് ചെല്ലണെന്ന് പറയുന്നത്. അക്ഷരം പിടിയിട്ടില്ല. എന്താ കേട്ടില്ല. അക്ഷരം കർണങ്ങളെ ദുരിതവർണ്ണങ്ങൾ കൊണ്ടടികൾ പൂർണ്ണങ്ങളായി വരരുതേ. കീർണങ്ങളായവ സുവർണം ഗ്രഹിപ്പതിനുദീർണങ്ങൾ നിങ്ങളതിനാൽ. ജീർണങ്ങളാകണമപർണാത്മജന്റെ ശുഭവർണ്ണങ്ങളാൽ അതിനിത്തൂർണം യുവാം. പളനിവർണ്ണങ്ങൾ കേട്ടു പരിപൂർണങ്ങളായി വരുവിൻ. ജായല്ലേ ജായല്ലേ? ജാതിത്തം ചൊൽകയല്ലി ജഗതിമയി ജഗന്നാഥ നിൻ ചിത്തപത്മപ്രീതിത്തേനിഞ്ഞൊലിക്ക സകലമതിനുമാളാണു ഞാൻ. വേണമെങ്കിൽ ഊതിത്തെക്കൊട്ടു നീക്കാമുദയം ഒരിടിയാലണ്ടഭണ്ഡം തകർക്കാം. പാതിഷ്ഠാത്രിക്കിതന്തി കുരുവധമൊരു നിസ്താരം ഉത്സാഹിയമ്മേ. ഊതിത്തെക്കൊട്ട് പ്രേംജി. ഗസൽ കൈ പൊക്കിയിട്ടുണ്ട്. ഊയ്ക്ക് ഫ്ലവ് ഉണ്ടോ? ചെല്ലാമോ? അറിയാതെ കൈ താത്താൻ മറന്നാണെന്ന് തോന്നുന്നു മുമ്പേ. ഓക്കെ, ആരാധ്യ വലികളും. രാജേഷ്, ഇത് അരിയന്നൂർ ബാലകൃഷ്ണമാരാണെന്ന് പറഞ്ഞ ഒരാളെ പറ്റിയാണ് കേട്ടോ. വേശപ്പൻ, ഇതിന്റെ പേര്, കവിതയുടെ പേര് വേശപ്പൻ. അന്തരിച്ച വാദ്യവിദഗ്ധൻ അരിയന്നൂർ ബാലകൃഷ്ണമാരാരെ കുറിച്ച് ഒരു 5 ശ്ലോകമുണ്ട്. അടുത്ത് ആരാധ്യ വലികളും. തെരുവിൽ മയിൽ ശബ്ദമൂതിക്കളരുതമിയലും ഏതക്ഷരം? പാണോ?
അക്ഷരം പാപ, പിച്ചത്തുണ്ട് പാപ. ശ്രീനിധി കൈപൊക്കിയിട്ടുണ്ടല്ലോ. എന്നാ ശ്രീനിധി ചൊല്ലിക്കോളൂ. ശ്രീനിധി ചൊല്ലാമോ? വായിക്കാം. കേൾക്കുന്നില്ലല്ലോ മോളെ. ശ്രീനിധി വീഡിയോ ഓഫ് ചെയ്യൂ, വീഡിയോ ഓഫ് ചെയ്തിട്ട് ചൊല്ലിക്കോളൂ. വീഡിയോ ഓഫ് കുറച്ചുകൂടെ ചെയ്തിട്ട് ചൊല്ലുവാ. അടുപ്പിച്ചിട്ട് അടുത്ത് നിന്ന് കിട്ടും. ഫോൺ എടുത്ത് അടുത്ത് പിടിക്കൂ. നദികളും കള കള കളാരവമോടെ പകരും ക്ലിയർ ആവണില്ല ശ്രീനിധി. വൃത്തം കുമുദിനി, രചന ശ്രീദേവി ഉണ്ണികൃഷ്ണൻ. ഞാൻ ഏതോന്ന് ആലോചിക്കായിരുന്നു. കാര്യം ധൃതവിളംബരം പോലെ തോന്നിയ, പക്ഷെ എനക്കത് വലുതാണ്. അത് കുമുദിനി ശ്രീദേവി ഉണ്ണീഷ് എന്ന് പറഞ്ഞ മറ്റേ കോഴിക്കോടുള്ള പുള്ളിക്കാരത്തിരിയാണ്. അറിയാം. ഏതാ അക്ഷരം? അത് ഒന്നുകൂടി ചൊല്ലാമോ? അത് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. ക്ലിയർ ആവണില്ല. ഓഡിയോ പ്രശ്നമുണ്ട്. ഓഡിയോ പ്രശ്നമുണ്ട്. സാരമില്ല സാരമില്ല. അടുത്ത ആൾ ചൊല്ലിക്കോളൂ. ഏതക്ഷരം? ഹരിദാസ് ചൊല്ലിക്കോളൂ. കിളികളും പല നദികളും. കാളും മോദേന കറ്റച്ചിടയനുമചല കുഞ്ഞുമൊന്നിച്ചൊരു നാൾ മേളിച്ചും കൊണ്ടിരുന്നോരളവരികിലണഞ്ഞൊട്ടു ശഠ്യം പിടിച്ച് ചീളന്നച്ഛന്റെ മെച്ചം തടവിന ജടയിൽ ചന്ദ്രനെ കണ്ടു തേങ്ങാപ്പൂളെന്നോർത്തിട്ടു നീട്ടിയിടിന കരിവദനത്തുമ്പി ഭാഗ്യം തരട്ടെ. ഇതാരുടെന്നറിയില്ല. പെട്ടരഴിയം എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര്. പെട്ടരഴിയം രാമനിളയ. ചൊല്ലട്ടെ. ചൊല്ലിക്കോളൂ. ചേലഞ്ചും തിരുവിൽ വശൈലമകുടോദഞ്ചന്നി കുഞ്ചത്തിലോ പാലപ്പൂമതഗന്ധപൂരമിഴുകുന്നൽ പാറമേക്കാവിലോ ബാലശ്രീ വനമാലിവാണരുളുമാവാദാലയത്തിങ്കലോ ചാലെച്ചെന്നു ഭവാൻ കവർന്നു മധുരം ഞങ്ങൾക്കു നിർവാണതം. വൈലോപ്പിളിയുടെ ബ്രഹ്മാനന്ദ സ്ഫുരണ മുരളീഗാനമാസ്വാദനം ചെയ്തം മാധുര്യ പ്രചുരലഹരീലീനമാം മാൻകിടാവേ നിർമായ ശ്രീമരതകശിലാവർണമാം ബാലകൃഷ്ണൻ തന്മൈ കണ്ടോ സുജന ഭജനാനന്ദ വൃന്ദാവനേ നീ. ആത്മാനന്ദ സ്വാമികളുടെ. ഉമേഷിന്റെ അടുത്ത് നാട്ടുകാരനുണ്ടോ ആത്മാനന്ദ സ്വാമി? തിരുവല്ല. ഉമേഷിന്റെ അല്ല, എന്റെ നാടാ. അതെ തിരുവല്ലക്കാരാണ്. നിൽക്കട്ടെ പേറ്റുനോവിൻ കഥ രുചി കുറയും കാലം ഏറും ചടപ്പും പൊയ്ക്കോട്ടെ കൂട്ടിടേണ്ട മലമതിലൊരു കൊല്ലം കിടക്കും കിടപ്പും നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും തീർക്കാവല്ലെത്ര യോഗ്യൻ മകനും അതു നിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നേൻ
കുഞ്ഞിക്കണ്ണ തമ്പുരാൻ ശങ്കരാചാര്യരുടെ ആസ്താം താവതീയം പ്രസൂതി സമയം അതിന്റെ പരിഭാഷ. ഇപ്പൊ നമ്മളിപ്പോ 1.25 മണിക്കൂറായി ചൊല്ലി തുടങ്ങിയിട്ട്. അപ്പൊ ഇനി നമുക്ക് വേണമെങ്കിൽ മംഗളം ചൊല്ലാം എന്ന് തോന്നുന്നു അല്ലെ? സദസ്സിൽ ആർക്കെങ്കിലും ചൊല്ലാണ്ടെങ്കിൽ മണിയൊരു അവസരം കൊടുക്കാം. സദസ്സിലുള്ളവർക്ക് ചൊല്ലാം. അക്ഷരം നോക്കണ്ട, ശ്ലോകങ്ങൾ ചൊല്ലുക. ചിന്മയിക്ക് ചൊല്ലാൻ പറ്റുമോ? ചിന്മയിക്ക് തീരെ സുഖമില്ലായിരുന്നു, അവള് പോയോ? ട്രൈ ചെയ്ത് നോക്കും. ചുമയും പനിയുമായിരുന്നു പാവം. ദുഷ്കർമ്മം ചെയ്തിരിക്കാമതു മുഴുവൻ കണക്കിൻ യമനുമതിനു കണ്ണോന്നായിരിക്കാം കണ്ണ പ്രാണനാഥേ ഭഗവതി തവ കാലമാരും ഞാൻ ഇന്ന് നാളെ രാവിലെ ഇടുന്നത് അവളുടെ ശ്ലോകമാണ്, പിന്നെ എല്ലാവർക്കും കേൾക്കാം നല്ല വൃത്തിയായിട്ട്. ഇത് ലാസ്റ്റാ ഇനി അടുത്തത് അവസാനത്തെ രാജേഷ് ഞാൻ എന്റെ തന്നെ ഒരു ശ്ലോകം ചൊല്ലാം. ഓങ്കാരത്തിന്റെ വിത്തായി ഉലകമുയിരെടുത്തോരു നാളിൽ കുളിർ കുരുത്തും കുങ്കാളുന്നോരിരുട്ടിൻ മടകളിൽ അറിവിൻ വേരിറക്കി തഴച്ചും ശങ്കാഹീനം പ്രപഞ്ചം മുഴുവനും ഒരുപോൽ ചില്ലവായിച്ചുല്ലസിക്കും തേൻകോലും വാക്കുപൂക്കും ലത അഖില കലാവല്ലി താങ്ങട്ടെ നമ്മേ. കൈ പൊക്കിന്നായിരുന്നു, ആരാണ് അറിയില്ല. അക്ഷരശ്ലോക സദസ്സിലേക്ക് എല്ലാവർക്കും വന്ദനം. ഞാൻ കുറച്ച് മുമ്പ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നിങ്ങളിത് തീർക്കാൻ പോവുകയാണെന്നുള്ള വിവരം ആണ് ഇപ്പൊ അനൗൺസ് ചെയ്തത് അല്ലെ? അപ്പൊ ശ്ലോകമാണല്ലോ ഇവിടെ വിഷയം. അപ്പൊ ശ്ലോകത്തെ പറ്റി ശങ്കരനാരായണൻ നമ്പൂതിരി എഴുതിയൊരു ശ്ലോകത്തില്ല. ശ്ലോകമാണ് അഖിലസാര മൊഴിയിൽ, ലോകമാണ് കഥനത്തിന് ഔഷധം, ലോകമോതി മരണം വരിക്കിലോ നാഗലോകം അവനാണ് നിർണയം. ശ്ലോകമാണ് അഖിലസാര മൊഴിയിൽ. ഇത് രാജേഷ് എഴുതിയാണെന്നാ ഞാൻ വിചാരിച്ചിരുന്നത്, അല്ലല്ലേ? ശങ്കരനാരായണ നമ്പൂരിയാണ്. അതെ. അപ്പൊ ശ്ലോകം ചൊല്ലി മരിച്ചോളൂ. ഞാനൊരു കാര്യം പറയാം. എന്റെ ഞങ്ങളൊരിക്കൽ ഒരു അമ്പലത്തില് ശ്ലോകം ചൊല്ലാൻ പോയിരുന്നു. ശ്ലോകം ചൊല്ലാൻ പോയിരുന്നിട്ട് ഒരു കിട്ടുണ്ണി എന്ന് പറഞ്ഞ പ്രായമുള്ള ആളാ. അപ്പൊ അദ്ദേഹം ഒരു 6-7 റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്വാസം കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തി എഴുന്നേറ്റ് പോയി. ശ്ലോക സദസ് ഞങ്ങൾ തീർന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചു. നല്ല വയസ്സായ ആളായിരുന്നു. ആ സദസ്സിൽ എഴുന്നേറ്റ് പോയി മരിച്ചു. ഇപ്പൊ പറയാനുള്ള കാര്യം അതിപ്പോ ശ്ലോകം ചൊല്ലി മരിക്കാൻ പറഞ്ഞ ശ്ലോകത്തിന്റെ ശരിക്കും നാഗലോകത്തിലേക്കല്ലേ പോകുന്നത്. അതെ, അദ്ദേഹം പോയി കാണും. അങ്ങനെ ചിലർക്ക് ഭാഗ്യം കിട്ടാറുണ്ട്. ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഒരു ഒട്ടൻതുള്ളൽ ഗീതാനന്ദൻ നമ്മുടെ വിജയമാഷൻ MN വിജയൻ പിന്നെ ഇദ്ദേഹം അബ്ദുൽ കലാം പ്രസംഗിക്കുകയായിരുന്നു. പ്രസംഗിച്ചിരിക്കുമ്പോൾ വീട് മരിക്കുക. അതെ അല്ലേ? ജിം ഫിക്സ് എന്ന് പറഞ്ഞ പുള്ളി ജോഗിങ്ങിനെ പറ്റി എഴുതിയ ആളാണ്. അയാള് മരിക്കുന്നത് ജോഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്.
അതെ അല്ലേ? നമ്മുടെ ഗുരു ഗോപിനാഥും ആ രംഗത്ത് നിൽക്കുമ്പോഴാണ് മരിച്ചത്. ഈ റൗണ്ട് ശ്ലോകം അക്ഷരം നോക്കാണ്ടല്ലേ അല്ലേ? അതെ, അടുത്ത എന്താ എസ് എൻ അല്ലേ? അക്ഷരം നോക്കണ്ട. എസ് എൻ ഇഷ്ടശ്ലോകം. ഒരു കാര്യം പറഞ്ഞ ഇഷ്ടമുള്ള അക്ഷരം ചൊല്ലിക്കോ. ചൊല്ലിക്കോളോ. ശ്രീമന്മാണിക്യരത്നം തവ തനുവിലലിഞ്ഞൊന്നു ചേർന്നെന്നു ചൊല്ലൂ മാറ്റൊത്തതെന്തും സ്വയമഭിലയിച്ചിടുമന്യോന്യം ഈ ഉത്തമന്മാരെന്നറിഞ്ഞു കഥയേ നാസ്തികന്മാർ എത്തിച്ചേരപ്പെടുമ്പോൾ പറഞ്ഞ മൊഴി കേൾക്കണം, ക്ഷമ കെടാതെയുൾക്കൊള്ളണം. കരഞ്ഞു കുഴയുമ്പോഴെന്നരികിൽ വന്നു തോൾ നൽകണം. അറിഞ്ഞിടണമെൻ മനം പിഴകളൊക്കെ മാപ്പാക്കണം. കുറഞ്ഞിടരുതിഷ്ടമൊട്ടിതു സുഹൃത്തെനിക്കെന്നുമേ. ചെലവിയാണോ? ഹരിദാസ് തങ്കപ്പൻ. ഹരിദാസ് ചൊല്ലിക്കോ. 51 അക്ഷരാളി ചൊല്ലിയതാണോ? ഞാനല്ലേ? ഇനി ഞാനല്ലേ? അല്ലല്ല, ഇനി ചൊല്ലണ്ട ഞാനല്ലേ? അല്ല, ഇടയ്ക്ക് കൈ പൊക്കണ ശരി. അത് ഒരു ശ്ലോകവും 2 ശ്ലോകവും ഒക്കെ മാത്രം അറിയാവുന്നവരിടയ്ക്ക് ഇങ്ങനെ കൈപൊക്കും. 51 അക്ഷരാളി ചൊല്ലിയതാണോ? ഇല്ല, ചൊല്ലിയില്ല. 51 അക്ഷരാളി കലിതനുലതേ വേദമാകുന്ന ശാഹിക്കൊമ്പത്തമ്പോടു പൂക്കും കുസുമതതിയിലേന്തുന്ന പൂന്തേൻ കുഴമ്പേ. ചെമ്പുൽത്താർബാണഢംബ പ്രശമന സുഹൃദോപാത്ത സൗഭാഗ്യലക്ഷ്മീ സമ്പത്തെ കുമ്പിടുന്നേൻ കഴലിണവലയാധീശ്വരീ വിശ്വനാഥേ. താങ്ക് യു. അടുത്ത തവണ മുതൽ ഹരിദാസ് സദസ്സിലിരിക്കണം. ഇങ്ങനെ കേൾവിക്കാരനായിട്ടിരിക്കേണ്ട ആളല്ല കേട്ടോ. കൂടുതൽ ആളുകളെ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം. അതെ, അതാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം. അപ്പൊ ഞാൻ ഇനി ആരെങ്കിലും കൈവക്കിയിട്ടുണ്ടോ? അല്ലെ ഞാൻ ചൊല്ലാം. ശരി. കനകരശ്മികൾ ചൊരിയുമീ പുലരൊളിയിൽ അദ്ഭുത വർണ്ണമാർന്ന ഇനകരമ്പധര പുണർന്നൊരു സുദിനമിന്നു പിറന്നിതാ. വിനയമോടൊരു വനജസുന്ദരി ദളപുടങ്ങൾ വിടർത്തവേ മനമുടിന്നുടൻ അരുണദേവനു നമനമേകിയുണർന്നിടാം. ശ്രീദേവി ഉണ്ണികൃഷ്ണന്റെ കുമുദിനി. അടുത്ത ഹരി ആരാധ്യ. അല്ലാതെ നീ വീഡിയോ ഓഫ് ചെയ്യ്. അല്ലെങ്കിൽ ക്ലിയർ ആവില്ല, കേൾക്കൂല. വീഡിയോ ഓഫ് ചെയ്ത ഫോൺ എടുത്ത് അടുത്ത് പിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ കേൾക്കില്ല. ഹിതമിത ഭാഷിണി ഹേ ശുഭപോഷിണി പ്രകടാത്മതലേ ജനഗണമാനസ പദ്മനിവാസിനി ലക്ഷ്മി സമൃദ്ധി വികാസയുതേ
വിമല വിശാല വിബോധ വിലാസിനി ഭാരതി സർവകലാരസികേ ജയ ജയ ഹേ വിവിധാദ്ഭുത രൂപിണി ഭാരത മേദിനി ഭാഗ്യനിധേ. ഈ വൃത്തത്തിന്റെ പേരെന്താണ്? കളഹംസം. കളഹംസം ഇങ്ങേരിട്ടതാ നമ്മുടെ അയ്യരുമാഷ് ഇട്ടതാ അതിന്റെ പേര് കളഹംസം. വേറെന്തോ അതിന്റെ പേര് ശങ്കരാചാര്യർ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതൊരു എനിക്ക് ഒരു സംസ്കൃത രീതിയിലുള്ളതായിട്ടല്ല തോന്നിയിട്ടുള്ളത്. ഒരു മാത്രാവൃത്തമായി താളമാ അങ്ങനെ ഭജഗോവിന്ദമൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ടല്ലോ. അത് ശരിക്കും ഒരു സംസ്കൃത വർണ്ണവ്യവസ്ഥ ഇല്ലാത്തതാണ് പലതും. ഇവിടെ സദസ്സിൽ അനുവദിക്കുന്നുണ്ട്. ഞാനിത് നേരത്തെ ചോദിച്ചത് സദസ്സുകളിൽ ഇവിടെ വൃത്തവൈവിധ്യം എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ അനുവദിക്കേണ്ടതാ. അടുത്ത ഞാനല്ലേ? ഇപ്പാരം നാട്യരംഗത്തറയിൽ ഇവനിതാവേഷവും കെട്ടി നൃത്തം വെപ്പാനെത്തേണ്ടി വന്നു. ചെറുതൊഴി കഴിവില്ലാത്ത നിന്നജ്ഞമൂലം തപ്പാതൻ ചൊല്ലിയാട്ടം ജനരസകരമായിട്ടു തീരണമെങ്കിൽ തൃപ്പാദം പിന്തുണച്ചിടണം ഇവിടെ നടസ്വാമി തൻ വാമവയ്യേ. ഗസൽ കൈമുക്കിയിട്ടുണ്ടല്ലോ. ഗസൽ ചൊല്ലിക്കോളൂ. ശങ്കയില്ലടിയനംബികേ ഭവതിയെന്നുമെൻ ഹൃദയ പങ്കജത്തിങ്കലങ്കുശവരാഭയാദികര മുദ്രയോടു വിളയാടവേ അംഗമേതിലുമുടൻ ജയിച്ചിടുമെതിർത്തിടുന്നവരടങ്ങിടും ശങ്കരാംഗ പരിശോഭിതേ ദുരിത ദൂരിതേ സുരസു പൂജിതേ. അരിക്കകത്തു വല്ലതും വരയ്ക്കലല്ല, 3 നാളടച്ചു വച്ച പുസ്തകം തുറക്കലല്ല, വിദ്യയെ ഗ്രഹിച്ചതിന്റെ അപ്പുറം മതിച്ചു നീ ജഗത്തിനായി തിരിച്ചു നൽക കിട്ടിടും സരസ്വതി കടാക്ഷവും. ആദ്യം 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇത് മറ്റേ ഇവിടെ ചൊല്ലിയതാ. നമ്മുടെ തൃപ്പൂണിത്തുറ അത്ത മത്സരത്തിന് ഇവിടെ ചൊല്ലിയത്. ഞാനത് ഉമേഷ് ഇട്ടു തന്നിട്ടുണ്ട് അന്ന് തീരെ ചെറിയ ഞാനല്ലേ. രാജേഷ് കൈവക്കല്ലോ. എന്താണ് ഞാൻ കൈവക്കിയല്ല, കൈ അടിച്ചതാണ് ഉമേഷിന്റെ ശ്ലോകം വന്നതിന്. അതാ ഞാൻ ഉമേഷോട് ആദ്യം അവളെ ഞാൻ പഠിപ്പിച്ചു വെച്ചേക്കാ ഉമേഷ് ചൊല്ലാനായിട്ട്. അന്നേരം ഉമേഷ് ആദ്യം ചൊല്ലിപ്പോയില്ലത് തുടങ്ങി. അതുപോലെ കൊഞ്ചും മഞ്ചീരം വരുവാണെങ്കിൽ ഇവിടെ ചൊല്ലണം എന്ന് പറഞ്ഞിരുന്നു. അത് യാദവ് ചൊല്ലിപ്പോയി. അവളെ ചപ്പാത്തി വരത്തി കൊണ്ട് മറ്റേ ഹരിദാസ് അന്ന് എഴുതിയില്ലേ. കഷ്ടം മരജീവിതം ദുരിതം ഈ ശോകം മറക്കാൻ സുഖോദ്രേകം ചീട്ടുകളിക്കയാം ചിലർക്ക് ആകണ്ഠപാനം പ്രിയം മൂകം മൂക്കിനു നേർക്കുകാൺമുചിതരിന്നേകം ശിവം സുന്ദരം ശ്ലോകം ചൊല്ലിയിരിപ്പു ഞങ്ങൾ ചിലരീ ലോകം വിഭിന്നോത്സവം. വൈലോപ്പള്ളി അല്ലേ? വൈലോപ്പള്ളി. അത് ഞാൻ ഉമേഷിൽ നിന്നാണല്ലോ പഠിച്ചത്. മറ്റേ യാഹു ഗ്രൂപ്പിലെ. ഞാന് പണ്ട് പപ്പടത്തെ പറ്റി എഴുതിയ ഒരു ശ്ലോകം. തൊട്ടാൽ പൊട്ടും അടുത്തു നിൽക്കിലതുലം ഗന്ധം ലഭിക്കും തുടുത്തൊട്ടേറും രുചി വായിച്ചിടും
പ്രഥമ സമ്പർക്കം കൊതിപ്പിച്ചിടും. കിട്ടാത്തോർക്കതിശുണ്ഠിയാകും അത് വൻ യുദ്ധത്തെയുണ്ടാക്കിടും. കിട്ടിൽ സ്നേഹമുതിർത്തിടും കമനി പോൽ സത്വൃത്തയാം പപ്പടം. കമനി പണ്ട് കഞ്ഞിയായിരുന്നു അല്ലേ? അത് ലാവണ്യമുണ്ടു മുറ പോലെ ശരിക്കുണ്ടേവർക്കുമുണ്ടു ഊതുകിലില്ല താപം. സ്വന്തം ശ്ലോകം ഓർക്കുന്നില്ല. കഞ്ഞിയും പപ്പടം ഇനി ഒരു ചമ്മന്തി വരട്ടെ, ഒരു ചമ്മന്തി വരട്ടെ. നീ ഒരു കഞ്ഞിയല്ലേ അവസാനം? അതെ അതെ അതെ. ലാവണ്യമുണ്ടു മുറ പോലെ രസംവർക്കുമുണ്ടു ഹിതമൂതുകിലില്ല താപം. സ്പൂണിൽ കിടക്കും ഉയർപ്പു നൽകും പ്രാണേശ്വരി പറകമീ ഒരു കഞ്ഞിയല്ലേ. അപ്പൊ നമ്മുടെ സ്ഥിരം മംഗളം മംഗളം. അതെ, മംഗളം ചൊല്ലിക്കോളും. സാകേതാധിപമംഗളം ദശരഥ പ്രേമാകൃതേ മംഗളം വൈദേഹീധവ മംഗളം ശ്രിതജനാനന്ദ പ്രഭോ മംഗളം രക്ഷോനാശകമംഗളം ഭവഭയപ്രോധ്വംസിതേ മംഗളം പൃഥ്വീപാലകമംഗളം ജയ ജയ ശ്രീരാമ സന്മംഗളം. മൂന്ന് രചയിതാക്കള് നമ്മുടെ ഈ കേട്ടോ. അല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. 3 ശ്ലോക രചയിതാക്കൾ ഇപ്പൊ നമ്മളോടൊപ്പം ഉണ്ട്. അവര് പ്രത്യേകം കേൾക്കാൻ വേണ്ടി പറയാണ്. വിദ്യാധിരാജ അക്ഷര ശ്ലോക സമിതിയുടെ 7ാമത് മുക്തക മത്സരത്തിന്റെ അറിയിപ്പ് എല്ലാ ഗ്രൂപ്പിലും ഇട്ടിരുന്നു. ഈ വർഷത്തെ മുക്തക മത്സരത്തിന്റെ വിഷയം കാലം എന്നാണ്. ശ്രദ്ധര ശാർദൂല വിക്രീഡിതം കുസുമമഞ്ജരി. ഇതിൽ ഏത് വൃത്തത്തിൽ വേണമെങ്കിലും എഴുതാം. ഇത് ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ ഒന്നും നേരത്തെ ഇട്ടിട്ടുള്ളതാകരുത്. സ്വന്തം രചന, ഒരു രചന മാത്രമേ സ്വീകരിക്കുകയുള്ളൂ ഒരാളിൽ നിന്ന്. ഇതിന്റെ അവസാന തീയതി ഫെബ്രുവരി 28 ഇതില് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന 10 പേരാണ് സമ്മാനാർഹർ എന്ന് പറയുന്നത്. അതില് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന 3 പേർക്ക് 2500, 1500, 1000 രൂപ വീതവും ശേഷിക്കുന്ന 7 പേർക്ക് പ്രോത്സാഹന സമ്മാനമായിട്ട് 500 രൂപയും നൽകുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ഫെബ്രുവരി 28 മുമ്പ് രചന വാട്സാപ്പിൽ എനിക്ക് അയച്ചു തരണം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇതിനു മുമ്പുള്ള 6 എണ്ണത്തിന് നമുക്ക് 100ൽ പരം രചനകൾ കിട്ടിയിട്ടുണ്ട്. അതിലെല്ലാം ഭാഗഭാക്കായിട്ടുള്ള ആളാണ് ശ്രീമാൻ ഹരിദാസ്. ഉമേഷും എനിക്ക് തോന്നുന്നു 1-2 പ്രാവശ്യം എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, ഞാൻ ഇതുവരെ അതിൽ പങ്കെടുത്തിട്ടില്ല. എന്തായാലും ഈ വർഷം പങ്കെടുക്കണം തീർച്ചയായിട്ടും. കാലം വിഷയം അതൊന്ന് ഓർമ്മിപ്പിച്ചു. ഇന്നത്തെ ഇന്ന് വന്ന കുട്ടികളെ ഒന്ന് പരിചയപ്പെടുത്തുമോ സുധീർ? യാദവ് വീഡിയോ. എന്റെ പേര് യാദവ്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ വീട് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ എന്ന സ്ഥലത്താണ്. സ്കൂളിൽ മത്സരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ അക്ഷര ശ്ലോകത്തിന്? മലപ്പുറം ജില്ലാ ചാമ്പ്യനാണ്. അല്ല, സ്കൂളിന്റെ തലത്തിൽ അല്ല, സ്കൂളിൽ തന്നെ ക്ലാസ്സുകൾ തമ്മിൽ അങ്ങനെയൊക്കെ കുട്ടികൾ തമ്മിലൊക്കെ മത്സരം ഇല്ല. അങ്ങനെ നടക്കുന്ന 2 സ്കൂളാണ് കേരളത്തിലുള്ളൂ. ഒന്ന് CNN പെരുവനം ആരാധ്യയുടെ സ്കൂള്. ആരാധ്യ സ്കൂളിൽ തോറ്റുപോയാളാ. തോൽപ്പിക്കപ്പെട്ടു എന്നാണ് ഞങ്ങൾ പറയാ. അതുപോലെ ഈ ആലുവ വിദ്യാധിരാജ 2 സ്ഥലത്താണ് ഇവരുടെ സ്കൂളിൽ നിന്ന്. ഇവനായിരുന്നു മലപ്പുറത്തെ ഇത്തവണ ജില്ലാ കലോത്സവത്തിന് ഫസ്റ്റ്. നമ്മുടെ കോഴിക്കോട് സമിതിയുടെ അതിനകത്ത് സെക്കൻഡ്. ചിന്മയി ഫസ്റ്റ്, അവൻ സെക്കൻഡ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവര് കസിൻസ് ആണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് ഫസ്റ്റ് സെക്കൻഡും വരിക. കോഴിക്കോട് സമിതി എനിക്ക് 3rd കിട്ടിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഗായത്രിക്ക്. ഓക്കെ.
ഇനി അടുത്ത ആള് സന്തോഷം കണ്ടതില്. ആരാധ്യ പറഞ്ഞു. ഇനി ആരാധ്യ ആരാധ്യ എവിടെ? ആരാധ്യ നേരത്തെ ഒന്ന് വന്നിട്ടുണ്ടല്ലേ നമ്മുടെ ഇതില് സദസ്സില്? ആരാധ്യ വന്നിട്ടുണ്ട്. ആരാധ്യ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ട്. ആരാധ്യ കണ്ട ഓർമ്മയുണ്ട് എനിക്ക്. കാത്തി പറയൂ. ആരാധ്യ പറയൂ. ആദ്യം ആരാധ്യ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. CNNGHS ചേർപ്പ് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. തൈക്കാട്ടുശ്ശേരിയാണ് വീട്. കാത്തി ഇനി കാത്തി പറയും. കാത്തി ഞങ്ങൾക്കെല്ലാം പരിചയമുണ്ട് കേട്ടാ. അതെ, കവിത കമ്പനി ഇവരെ വെച്ചാണ് ഞങ്ങൾ സ്കോർ ചെയ്യണത്. ഇവിടെ കാത്തി എവിടെ? പറ. ഞാൻ കാതലൻ ഷിബു, കേന്ദ്ര വിദ്യാലയ പോർട്രസ്റ്റ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. തൃപ്പൂണിത്തുറയിലാണ് വീട്. ഇവളുടെ ചേച്ചി ശ്ലോകം ചൊല്ലൂട്ടോ. ക്രിസ്റ്റി 10ാം ക്ലാസ് ആണ്. അടുത്താണോ വരട്ടെ? അതെ, അവള് 10ാം ക്ലാസ്. അവള് വരാൻ സാധ്യതയില്ല. ഒരു ടൈറ്റ് ഷെഡ്യൂളില്ല. കുട്ടികളെല്ലാം ആയല്ലോ അല്ലേ? ചിന്മയ്ക്ക് വയ്യ അല്ലേ? ഓക്കെ, പരിചയപ്പെടുത്തിയില്ല. അതെ, അങ്ങേക്ക് ഉറങ്ങാറായില്ലേ? എന്റെ ശ്ലോകത്തിലെ സഹൃദയൻ ആരാ? എന്റെ ആ ശ്ലോകമാണ് അഖിലസാരമൂഴി എന്ന് എന്റെ ശ്ലോകത്തിലെ സഹൃദയനം. ആ സഹൃദയനെ എനിക്കറിയില്ല, ഇവർക്കറിയാവുള്ളൂ. അദ്ദേഹം ഡാലസിലാണ് ഇതിന്റെ ഓർഗനൈസിംഗ്. അത് കൊങ്ങൂർ പള്ളിയാണോ എഴുതിയത്? അതല്ല പേര് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, അത് ശരി. നമ്മുടെ നമുക്ക് സുഖമുണ്ടല്ലോ. അത് ശരിക്കും അനുഭവപ്പെട്ടു. അതെ, ഇവരെ ഞാൻ ഞെട്ടിക്കാനായിട്ട് 3 പിള്ളേരെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും വളരെ സന്തോഷമായി. സന്തോഷം. ഗസൽ പോയോ? ഗസൽ പറയൂ. ഗസൽ വീഡിയോ ഓൺ ചെയ്യൂ. ഗസൽ വീഡിയോ. ഗസൽ ക്ലാസ്സിലാണ് സർ. ഗസൽ 10ാം ക്ലാസ് ആണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കോട്ടക്കിലാണ് പഠിക്കുന്നത്. ഞാൻ അയച്ച അറിയാമോ മോനെ? ഗസലിന്റെ കിട്ടിയായിരുന്നോ സർ? ഞാൻ നാളെ തിങ്കളാഴ്ച അത് അയച്ചത് കിട്ടി. ഞാനത് ഫില്ല് ചെയ്ത് വെച്ചു. മൺഡേ ഞാൻ തിരിച്ചയച്ചു തരാം സർ. കിട്ടി സർ, താങ്ക് യു. കിട്ടി സർ. ചിന്മയും കൂടി പറയൂ. ചിന്മയ ഒരു കുട്ടികളെല്ലാം ഉള്ളോ? വയ്യെങ്കിലും പറയും. മങ്കട അടുത്താണ്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മങ്കടയാണ് വീട്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇവര് കസിൻസ് ആണ്. അവര് ഞങ്ങളുടെ മക്കളാണ്. യാദവും. അപ്പോൾ നമുക്ക് അവള് പോയോ? ശ്രീനിധി പോയോ? ശ്രീനിധിയെ കാണുന്നില്ല. പോയി കാണും. ചെറിയ കുട്ടി. അവള് ശാസ്താംകോട്ടക്കാരിയാണ്. ശാസ്താംകോട്ടക്കാരിയാണ്. 1ാം ക്ലാസ്സിൽ വന്ന് പഠിക്കാൻ തുടങ്ങിയത്. അവള് മിടുക്കിയാണ്. 5 മിനിറ്റ് കൊണ്ട് ഒരു ശ്ലോകം 5 മിനിറ്റ് കൊണ്ട് പഠിക്കുള്ളൂ. അപ്പൊ എന്നാ ശരി, അടുത്ത സദസ്സിൽ കാണാം. വളരെ സന്തോഷം. അറേഞ്ച് ചെയ്യുന്നതിന് വളരെ സന്തോഷം. പ്രത്യേകം ഞങ്ങളുടെ സന്തോഷം. ഈ സദസ്സ് എനിക്ക് വേണ്ടി നടത്തണം ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സദസ്സ് എനിക്ക് വേണ്ടിയാണ് നടത്തണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെ, ഒരു സംശയമില്ല. ഞാൻ അങ്ങനെ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. ഞാൻ കഷ്ടപ്പെട്ടു. ഞാൻ 10 മിനിറ്റ്
ഫോൺ ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹത്തിനൊരു പരിഭ്രമായി. വിഷമിച്ചു പോയി ഞാൻ. അപ്പൊ അവിടെ എല്ലാവർക്കും ശുഭദിനം. നമ്പൂതിരി ശുഭരാത്രി. നിങ്ങളുടെ അവിടുത്തെ കാട്ടുതീ ആ ഭാഗത്തൊക്കെ ഉണ്ടോ? അല്ലേ? ഇല്ല, ഞങ്ങൾ കുറച്ച് ദൂരെയാണ്, പക്ഷെ എങ്കിലും വളരെ വളരെ കഷ്ടമാണ്. ഹരിയുടെ വീടിന്റെ അടുത്താണ് കാട്ടുതീ. കുറച്ച് ഇവിടെ പുക സ്മോക്ക് ഒക്കെ കുറച്ചിങ്ങനെ വരും. ചിലപ്പോൾ ചാരത്തിന്റെ പൊടിക്കാൻ കാണാം. അവിടെ പുകയൊക്കെ ഉണ്ടോ ഹരി? ഇടയ്ക്ക് പുക വരും. പ്രദേശത്തിലാ വല്ലാത്ത കഷ്ടമാണ്. വളരെ കഷ്ടം. അത് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റില്ല. അതാ ക്രിസ്റ്റിയാണോ? ക്രിസ്റ്റി ആണോ ആ ഫോട്ടോ പടത്തിൽ കാണുന്നത്? അതാണോ 10ാം ക്ലാസ്? ശരി. ശരി എന്നാ. ശരി.